നമ്മുടെ എല്ലാ നിയമങ്ങളെയും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്കൊരു നിമിഷം കൂടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ കോപ്പിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിലേക്ക് വന്ന് നിറയണമേ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള പ്രാർത്ഥനയാണ്. സിഹിയോനിൽ പ്രാർത്ഥിച്ചതുപോലെ നമുക്കെന്ത് ഇഷ്ടമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കപ്പെടും. ദൈവവചനം നിന്നിൽ ഉരുവാകുമെന്ന് ഗബ്രിയേൽ ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു എങ്കിൽ അതേ വചനം തന്നെ സിഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അപ്പസ്തോലന്മാരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തി വ്യാപരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ മഹത്വം അഗ്നിനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് തങ്ങളുടെ ഓരോരുത്തരുടെ മേൽ നിൽക്കുന്നതായി അവർ പരസ്പരം കണ്ടുകൊണ്ട് ആത്മാവ് കൊടുത്ത് ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചു എന്ന് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും അതേ അഭിഷേകം പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി ദൈവജനം ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആത്മാവിൻ്റെ വലിയ അഭിഷേകത്തിനായിട്ട് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുക, പ്രാർത്ഥനയുടെ ദിനരാത്രികളിലൂടെ കടന്നു പോകുക. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞതുപോലെ അപ്പസ്തോലന്മാരിൽ നിറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഓരോരുത്തരിലും വന്ന് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളോട് നമ്മുടെ കരങ്ങൾ ചേർക്കപ്പെടാം. പുത്രനായ ദൈവത്തിൻ്റെ കരങ്ങളോട് നമ്മുടെ കരങ്ങളെ ചേർത്ത് വെക്കാം. പരിശുദ്ധാത്മാവായ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസത്തോടെ കരമുയർത്തി സർവശക്തനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരങ്ങളെല്ലാം സ്വർഗത്തോളം ഉയരട്ടെ. ആത്മാവ് സ്വർഗത്തോളം ഉയരട്ടെ. കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർക്കപ്പെടട്ടെ. ദൈവമഹത്വം നമ്മളിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, കരമടിച്ച് അനുഗ്രഹ നദിയാ എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. അഭിഷേക മഴയാ പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ. അനുഗ്രഹ നദിയാ എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. അഗ്നി നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ. ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി. കരങ്ങൾ ഉയർത്തിയടിച്ച് എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. ശക്തിയോടെ കരമടിച്ച് കരഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ സങ്കീർത്തനങ്ങളുടെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. കരങ്ങളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കരഘോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഉത്സവഘോഷത്തോടെ ദൈവത്തെ ആരാധിക്കുവാൻ സങ്കീർത്തകൻ പറയുകയും ഉച്ചസ്വരത്തിൽ ദൈവത്തെ ആരാധിക്കുവാൻ സങ്കീർത്തനങ്ങളുടെ ആത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ കരങ്ങളടിച്ച് കരഘോഷത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ദാസന്മാരെ ജ്വാലയാക്കിയിടണേ,
ആത്മാവിൻ സമയമല്ലോ. കാറ്റിനെ ദൂതന്മാരാക്കിയിടണേ, വാഗ്ദത്ത സമയമല്ലോ. ദാസന്മാരെ ജ്വാലയാക്കിയിടണേ, ആത്മാവിൻ സമയമല്ലോ. അസ്ഥി സൈന്യമാകും കാറ്റായി വാ, തേജസായെന്നിൽ വാ. അസ്ഥി സൈന്യമാകും കാറ്റായി വാ, തേജസായെന്നിൽ വാ. കരങ്ങൾ ഉയർത്തിയടിച്ച എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ദൈവമക്കളിലേക്ക് വ്യാപരിക്കപ്പെടുകയും ദൈവത്തിന്റെ ശക്തി ദൈവജനത്തിൽ വെളിപ്പെടുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ, സർവശക്തന്റെ ശക്തി നിന്നിൽ വെളിപ്പെടാത്തതാണ് നിന്റെ ദുഃഖത്തിന്റെ കാരണം. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയതലങ്ങളിൽ ദുഃഖം തളം കെട്ടി നിൽക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് തന്റെ സാന്നിധ്യത്തിന്റെ ശക്തി എന്നിൽ പ്രകടമാക്കണമേ. എൻ്റെ ബലഹീന ശരീരത്തെ അവിടുന്ന് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ബലഹീനതകളുടെ മേൽ, കുറവുകളുടെ മേൽ ഇറങ്ങി വന്ന് കുറവിനെ നിറവാക്കി മാറ്റുന്ന തമ്പുരാന്റെ സ്നേഹം, ആ ദൈവിക സാന്നിധ്യം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുക. വിക്കനായ മോശയെ ശക്തിപ്പെടുത്തിയ ദൈവത്തിന്റെ സാന്നിധ്യം ഇത് നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുകയാണ്. അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ച ദൈവം ഈ സമൂഹത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. അടിച്ചു പാടാം. എനിക്ക് മുൻപായി പുറപ്പെടുമേ, ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ. മുള്ളും മുൾച്ചെടികളും ദഹിച്ചിടുമേ, ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ. നീ എനിക്ക് മുൻപായി പുറപ്പെടുമേ, ചുറ്റുമുള്ള വൈരികളെ തകർത്തിടുമേ. മുള്ളും മുൾച്ചെടികളും ദഹിച്ചിടുമേ, ദേശം മഹത്വം കൊണ്ടു നിറഞ്ഞിടുമേ. യെരൂശലേമിൻ ഈ മതിലേ, എനിക്ക് ചുറ്റും നീ മതിലാകണേ. യെരൂശലേമിൻ ഈ മതിലേ, എനിക്ക് ചുറ്റും നീ മതിലാകണേ. യെരൂശലേമിൻ ഈ മതിലേ, എനിക്ക് ചുറ്റും നീ മതിലാകണേ. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. കരങ്ങൾ ഉയർത്തിയടിച്ച എന്റെ ദൈവം തീയാണേ, മഹത്വത്തിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അഭിഷേകമഴ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അഭിഷേകം. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അഭിഷേകം നിറയട്ടെ, ആത്മാവിൻ തീയാണേ. അഭിഷേകമഴ പെയ്തിറങ്ങട്ടെ, ആത്മാവിൻ തീയാണേ. ദൈവിക കൃപ വെളിപ്പെടട്ടെ, ആത്മാവിൻ തീയാണേ. ആത്മാവിൻ തീയാണേ, ആത്മാവിൻ തീയാണേ. ആത്മാവിൻ തീയാണേ. അഭിഷേകം ചെയ്തത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മകനെയും മകളെയും ബലഹീനതകൾ കണക്കിലെടുക്കാം. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ബലഹീനതകളുടെ മേല് ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനതകളെ അതിജീവിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ദൈവജനത്തിന്റെ മേൽ ഞങ്ങളുടെ മേല് ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ. അത് ശരീരത്തിൽ, ആത്മാവില്, ജീവനില്
സന്ധി ബന്ധങ്ങളിലും മജ്ജയിലും മാംസത്തിലും രക്തത്തിലും കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും ഇപ്പോൾ പ്രകടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നസ്രായനെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെന്ന് വിളിച്ച്, ഈശോയെന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, അനുതാപത്തോടെ വിളിച്ച് ഈശോയെ അനുഗ്രഹമാക്കി മാറ്റണമേ. ഈ ദേശത്ത്, ഈ ഇടവകയില്, ഞാൻ വ്യാപരിക്കുന്ന ഇടങ്ങളില്, എന്റെ കൃഷിയിടങ്ങളില്, എന്റെ അധ്വാന മേഖലയില്, എന്റെ ഇല്ലായ്മകളില് ഞാൻ ദൈവത്തിന്റെ മഹത്വമായിട്ട്, ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ എന്റെ ബലഹീനതകളെ കണക്കിലെടുക്കാതെ എന്നോട് കരുണയായിരിക്കുന്ന തമ്പുരാന്റെ സ്നേഹത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിളിക്കാമോ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ. വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയെ. കരഹൃദയത്തോട് ചേർത്ത് വെക്കാം. തമ്പുരാന്റെ സന്നദ്ധയിൽ നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവിനെ കിട്ടുവാനുള്ള ഒരു ബലപ്രയോഗം, ഈശോ സാന്നിധ്യം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടും. നമ്മളിൽ ആ സാന്നിധ്യം നിലനിൽക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയെ, ഉത്ഥിതനായ യേശുവിൻ്റെ സാന്നിധ്യം, എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അനുഭവിച്ച ആ ദൈവിക സ്വാതന്ത്ര്യ വചനത്താൽ അവർ കത്തിജ്വലിക്കപ്പെടുകയാണ്. അപ്പത്താൽ അവർ ദൈവത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെ ദൈവിക ശക്തി അവർ അനുഭവിക്കുക. വചനത്താൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പത്താല് നമ്മൾ ദൈവത്തെ അനുഭവിക്കൂ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അപ്പമെടുത്ത് അവൻ ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അന്ധമായ അവസ്ഥ അവരിൽ നിന്നും അകന്നു പോവുകയാണ്. ആത്മീയ അന്ധത നമ്മളെ വിട്ടുപോകുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്, ഈശോയെ ആ സാന്നിധ്യം ഒന്ന് അനുഭവിക്കുവാൻ, ആ സാന്നിധ്യത്തിലൊന്ന് ജീവിക്കുവാൻ, അവിടുത്തോട് കൂടെ ആയിരിക്കുവാൻ, അവിടുത്തോടൊപ്പമായിരിക്കുവാൻ, ആ സമാധാനത്തിൽ നിലനിൽക്കുവാനുള്ള വലിയ കൃപ വരം ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഈ ബലഹീനതമായ ശരീരത്തെ മഹത്വത്തിൻ്റെ ശരീരമാക്കി അവിടുന്ന് രൂപപ്പെടുത്തുകയാണ്. അവിടുത്തെ രക്തത്താൽ നമ്മളെ വിശുദ്ധീകരിക്കുക, അവിടുത്തെ മാംസത്താൽ, അവിടുത്തെ ശരീരത്താൽ നമ്മുടെ ശരീരത്തെ അവിടുന്ന് വീണ്ടെടുക്കുകയാണ്. അവിടുത്തെ വചനത്താൽ തൻ്റെ സാന്നിധ്യം അവിടുന്ന് നമ്മളിൽ സ്ഥിരീകരിക്കുക. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ബലഹീനതകൾ പെട്ടെന്ന് കോപിക്കുന്നൊരവസ്ഥ, പെട്ടെന്ന് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, ശാരീരികമായി തളർന്നുപോയി എന്നുള്ള, രോഗിയാണെന്നുള്ള ഒരു തോന്നൽ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള എൻ്റെ ഉള്ളിലെ ചില ബോധ്യങ്ങൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുകയാണ്. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഈശോയുടെ സാന്നിധ്യത്തിൽ, ആ ശക്തിയാൽ നമ്മുടെ ശരീരത്തെ നമുക്ക് വീണ്ടെടുക്കാം. ആ ഉത്ഥാനത്തിൻ്റെ ദൈവിക സാന്നിധ്യത്താൽ നമ്മുടെ ശരീരത്തെ ഇവിടെ നമുക്ക് വീണ്ടെടുത്ത് തരികയാണ്. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ബലഹീനതകൾ, എൻ്റെ കുറവുകൾ, അത് പരിഹരിക്കപ്പെടുന്ന അവൻ്റെ ജീവനാലാണ്, എൻ്റെ ആത്മാവിനാലാണ്. ആ ജീവനാലും ആത്മാവിനാലും നമ്മൾ വീണ്ടെടുക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒത്തിരിയേറെ തകർച്ചകളിലൂടെ നമ്മൾ പോകുന്നു. വർഷങ്ങളായിട്ടും പ്രാർത്ഥിച്ചിട്ട് ഉത്തരമില്ലാത്ത ചില കാര്യങ്ങൾ, അവയുടെ മേൽ കർത്താവിന് ഇടപെടുകയും വിശ്വാസത്തോടെ നമുക്ക് നിമിഷം പ്രാർത്ഥിക്കുക. ഈശോയെ, വർഷങ്ങളായിട്ട് ഒരു കാര്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അതിന് ഉത്തരം കിട്ടുന്നില്ല, ഫലം ചൂടുന്നില്ല. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഫലമില്ലാത്തതിനെ അവിടുന്ന് വെട്ടി തീയിലിടുമെന്നാണ് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. അത്തിവൃക്ഷത്തിൻ്റെ ആ സ്ഥിതിയെപ്പറ്റി കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഫലമില്ലാത്ത അത്തിവൃക്ഷം, വൃക്ഷത്തിൻ്റെ ചുവടിൽ കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു, ഫലം തരാത്തതിനെ വെട്ടി തീയിലിടുമെന്ന് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് സ്നാപയോഹന്നാനിലൂടെ. ഫലമുള്ളവരായി തീരുവാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നവരായിട്ട് മാറുവാൻ, ആഗ്രഹത്തിന് ഫലം ചൂടുന്നവരായിട്ട് മാറുവാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഫലം ചൂടണം. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം ഇറങ്ങി വരണം. നമ്മുടെ കണ്ണുനീരിനുള്ളിലേക്ക് ദൈവം ഇറങ്ങി വരണം. പ്രത്യാശയില്ലാത്ത ജീവിതങ്ങളിലേക്ക് പ്രത്യാശയായിട്ട് ദൈവം കടന്നു വരണം. നിരാശ നമ്മളിൽ നിന്ന് അകന്നു പോകണം. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടുന്നില്ല. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നേർച്ച കാഴ്ചകളൊക്കെ നിറവേറ്റുന്നുണ്ട്, പക്ഷേ ഉത്തരവില്ല. വിശ്വാസപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ആ ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്ക് നീ ഇറങ്ങി വന്ന് അതിനുത്തരമായിട്ട് മാറണമേ. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. വർഷങ്ങളായിട്ട്, തലമുറകളായിട്ട് ചില വിടുതൽ കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. തലമുറയായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, നിരീശ്വരത്തിൻ്റെ വഴിയിലൂടെ കടന്നുപോയ തലമുറകൾ, വിശ്വാസരാഹിത്യം സംഭവിച്ചവർ,
ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈശോയുടെ രക്തം എല്ലാ മേഖലയിലേക്ക് ഒഴുകപ്പെടുകയും കാൽവരിയിൽ ചിന്തിയ അമൂല്യമായ രക്തം ഭൂതലത്തിന്റെ മേൽ മുഴുവൻ വ്യാപരിക്കപ്പെട്ടു. ദൈവത്തിന്റെ ചൈതന്യം ഭൂതലത്തിന്റെ മേൽ വ്യാപരിക്കപ്പെടുകയും ദൈവത്തിന്റെ ജീവൻ ഭൂതലത്തിന്റെ മേൽ വ്യാപരിക്കപ്പെടുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എല്ലാ മേഖലയിലും കർത്താവ് തന്റെ സാന്നിധ്യം പ്രകടമാക്കുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ ആ തിരിച്ചോരുടെ സാന്നിധ്യം എല്ലാ മേഖലയിലേക്കും വ്യാപരിക്കപ്പെടട്ടെ. എൻ്റെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത മേഖലയിലേക്കെല്ലാം കർത്താവിൻ്റെ ജീവൻ വ്യാപരിക്കപ്പെടുമ്പോൾ അവിടെയെല്ലാം ഉത്തരം ഉണ്ടാവുകയാണ്. വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് തടസ്സപ്പെട്ട് നേരിടുന്ന എല്ലാ മേഖലയിലേക്കും ജീവൻ പകരണമേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. ജീവനില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ജീവൻ നൽകി അനുഗ്രഹിക്കുന്നതോർത്ത് ഞങ്ങൾ നന്ദി പറയുകയും തകർന്നു കിടന്നത് ഞങ്ങളുടെ ജീവിതത്തെ പുനരുദ്ധരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈശോയെ, അവിടുന്ന് പുനരുദ്ധാനവും ജീവനുമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ ഇടപെടണ എൻ്റെ ജീവിതത്തിൻ്റെ മേൽ. തലമുറകളായിട്ട് കടന്നു വരുന്ന ചില രോഗങ്ങൾ, ചില തകർച്ചകൾ, ചില ഇല്ലായ്മകൾ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ചില അവസ്ഥകൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് ഈശോയെല്ലാം നിന്ന് കർത്താവ് മോചിപ്പിക്കുക. വലിയ വിടുതൽ നൽകി കർത്താവ് അനുഗ്രഹിക്കുക. വിശ്വാസത്തോടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഉത്തരമില്ലാത്ത സകല കാര്യങ്ങളുടെ മേലും കർത്താവ് ഉത്തരമായിട്ട്, തകർന്നു കിടക്കുന്നതിൻ്റെ മേൽ കർത്താവ് പുനരുദ്ധാനമായിട്ട് ജീവനായിട്ട് അവിടെ നിന്ന് വ്യാപരിക്കപ്പെടുകയാണ്. കാൽവരിയിൽ മരക്കുരിശ് ഈശോ കടക്കുമ്പോൾ പടയാളിൽ ഒരുമെന്ന് അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തുമ്പോൾ അവന്റെ വിലാപ്രന്നൊഴുകിയത് കർത്താവിന്റെ ജീവനാണ്. ആ ജീവനിത വ്യാപരിക്കപ്പെടുന്ന അൾത്താരയിൽ നിന്ന്, ഈ പരിശുദ്ധ ബലിയിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ ജീവൻ വ്യാപരിക്കപ്പെടുകയാ. ഇന്നേ വരെ അനുഭവിക്കാത്ത വലിയൊരു അനുഭവം കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നൽകുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയുടെ വലിയ ഇടപെടലോ, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയുടെ വലിയ ഇടപെടലോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളൊന്നടച്ച് ഈശോയുടെ ആ ആണിപ്പഴുതുള്ള കരങ്ങളോട് നമ്മുടെ കരങ്ങൾ ചേർത്ത് വെച്ച് മക്കളെ, അത് കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവജനം വിജയം പ്രാപിക്കുന്നു എന്ന് പുറപ്പാട് പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. മോശ കരങ്ങൾ ഉയർത്തിയപ്പോ കർത്താവിന്റെ കരങ്ങളോട് കരങ്ങൾ ചേർക്കപ്പെട്ടപ്പോ, സ്വർഗത്തോട് കരങ്ങൾ ചേർക്കപ്പെട്ടപ്പോ ആ യുദ്ധത്തില് ഇസ്രായേൽ ജനം ജയിച്ചുവെങ്കിൽ എന്റെ കരമുയരുമ്പോ അത് കർത്താവിന്റെ കരത്തോട് എന്റെ കരം ചേർന്ന് നിൽക്കുമ്പോ എന്റെ ജീവിതത്തിലുടനീളം വലിയ അത്ഭുതങ്ങള്, വലിയ അടയാളങ്ങള് ദൈവത്തിന് പ്രാർത്ഥിക്കാൻ സാധിക്കുക. പരാജയപ്പെട്ട എൻ്റെ ജീവിതത്തെ വിജയമുള്ള ജീവിതമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധ്യമാകുന്നത് എൻ്റെ കരങ്ങൾ സ്വർഗത്തിലെ കരങ്ങളോട്, ദൈവത്തിന്റെ കരങ്ങളോട് ചേർക്കപ്പെടുമ്പോഴാണ്. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമുയർത്തി സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടുന്നുണ്ട്. വിശ്വാസത്തോടെ സ്തുതിച്ച് ഈശോയെ, ഞാൻ കരങ്ങൾ ഉയർത്തുമ്പോ എൻ്റെ ജീവിതം, എൻ്റെ കുടുംബ ജീവിതം, എൻ്റെ മക്കളുടെ ജീവിതം, എൻ്റെ ജീവിതത്തിലുടനീളം അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുന്നതിനോർത്ത് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കരഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് തിരുവിലാവിൽ നിന്നൊഴുകും ദൈവമേ തിരുചോരത്തുള്ളിയ കഴുകേണമെന്നെ എന്ന പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയ കഴുകേണമെന്നെ എന്ന പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ ദൈവമേ. അങ്ങെഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. ദൈവമേ, തിരുവിലാവിൽ നിന്നൊഴുകും തിരുചോരത്തുള്ളിയ കഴുകേണമെന്നെ എന്ന പൊന്നു കർത്താവേ. ശാന്തപ്പെട്ടിരിക്കും.
കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവജനത്തെ ദൈവം ഒരുമിച്ച് കൂട്ടിയിരിക്കുക. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് വചന കൂടാരത്തിനുള്ളിലേക്ക് ദൈവജനത്തെ ദൈവം കൂട്ടിക്കൊണ്ടുവന്നത് വചനത്താൽ വിശുദ്ധീകരിച്ച് ആത്മാവിനാൽ അഭിഷേകം ചെയ്ത് മഹത്വമാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹമാക്കി തൻ്റെ ജനത്തെ രൂപപ്പെടുത്തുവാൻ കർത്താവ് വിശുദ്ധ മന്ദിരത്തിലേക്ക് തൻ്റെ ജനത്തെ കർത്താവ് ആകർഷിച്ചു കൊണ്ടുവരിക. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവനും എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നില്ല. ആമോസ് പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം: ഇസ്രായേൽ ഭവനമേ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിലാപഗാനം കേൾക്കുക. ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു. വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ആമോസ് പ്രവാചകനിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഓർമ്മപ്പെടുത്തുന്നു. ഇസ്രായേൽ ഭവനമേ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിലാപഗാനം കേൾക്കുക. ദൈവം വിലപിക്കുകയാണ്. ഇസ്രായേൽ ജനം വിശ്വാസം നഷ്ടപ്പെട്ട് താന്നാക്കൾക്ക് ഇഷ്ടമുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് അന്യദേവന്മാരെ അനുഗമിച്ച് അവരെ സേവിച്ച് കടന്നു പോകുമ്പോൾ ഇസ്രായേൽ ജനം പാപം ചെയ്ത് പാപത്തിന്റെ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ദൈവമായ കർത്താവ് പറയുന്നു, ഇസ്രായേൽ ഭവനമേ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിലാപഗാനം കേൾക്കുക. ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു. വഴിതെറ്റിപ്പോയ ഒരവസ്ഥയെക്കുറിച്ച്, ഇസ്രായേൽ ജനത്തിൻ്റെ വഴിതെറ്റിപ്പോയ അവസ്ഥയെക്കുറിച്ച് ആമോസ് പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാക്കളെ ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ വഴിതെറ്റിപ്പോകുക. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അകന്നു പോകുന്നു. ബലഹീനരാണ് മനുഷ്യർ, കുറവുള്ളവരാണ്. പക്ഷെ അവർക്ക് വചനം കേൾക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, ആ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ബലഹീനതമേൽ ദൈവം കൃപ തരും. എല്ലാവരും വിശുദ്ധരല്ല. വിശുദ്ധരായിട്ട് ആരെയും ദൈവം കാണുന്നില്ല ഭൂമിയിൽ. വിശുദ്ധിക്ക് വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കുക, വിശുദ്ധി ആഗ്രഹിക്കുക, വിശുദ്ധമായ ഒരു ജീവിതത്തെക്കുറിച്ച് ദൈവസ്ഥാനത്തിൽ യാചിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ മേലും കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണം. ഈശോ വന്നിരിക്കുന്നതിന് കൃപയ്ക്കു മേൽ കൃപ തരുവാനാണ്. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ കൃപ മാത്രം മതി. ഈ ബലഹീനതകളുടെ മേൽ കൃപ തരുന്ന തമ്പുരാന്റെ സ്നേഹം. ഇസ്രായേൽ കന്യക വീണുപോയിരിക്കും. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വഴിതെറ്റി പോവുക, ദൈവത്തിൽ നിന്ന് അകന്നു പോവുക. എന്തിനാ സഹനം തരുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി സഹനം, പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാ. ഒരു ചേച്ചി ചോദിച്ച പോലെ, എന്തിനാണ് ഇത്രമാത്രം സഹനം എനിക്ക് തരുന്നത്? വിശ്വാസം വർദ്ധിപ്പിക്കപ്പെടാൻ വേണ്ടിയിട്ട്, ദൈവത്തോട് ചേർക്കപ്പെടുവാൻ വേണ്ടി, ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ വേണ്ടി ദൈവം ഇസ്രായേൽ ജനത്തിന്റെ മേൽ ദൈവം സഹനം അയക്കുന്നുണ്ട്. ഈ സഹനം എന്തിനാ? ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ദൈവത്തിന്റെ മാർഗമാണ് സഹനം. സഹനം വരുമ്പോൾ പ്രാർത്ഥിക്കത്തുള്ളൂ. അനുഗ്രഹമുള്ള സമയത്ത്, നല്ല സന്തോഷമുള്ള സമയത്ത് പ്രാർത്ഥിക്കുക. ക്ഷീണോ അപ്പോൾ നമ്മൾ തളർച്ചയിലാണ്, നമ്മൾ യാത്രയിലാണ്, നമ്മൾ വലിയ ആനന്ദത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പ്രിയ ദൈവജനമേ, നമ്മൾ പലപ്പോഴും ദൈവത്തെ മറന്നുപോകും. ഈ മറന്നു പോകുന്നതിൻ്റെ അതിനുശേഷം ഈ പ്രാർത്ഥന നിലയ്ക്കുമ്പോൾ വലിയ അനർത്ഥങ്ങൾ, സഹനം വരും. ഈ സഹനം വരുമ്പോൾ എന്ത് സമയത്ത് പ്രാർത്ഥിക്കാനാ? വേറൊന്നുമില്ല, നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി ഒരുക്കപ്പെടുക. നമ്മൾ തിങ്കളാഴ്ച മുതൽ ഉപവാസവും പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങൾ, പെന്തക്കോസ്ത് തിരുനാൾ വരെ ഉള്ള ദിവസം 21 ദിവസങ്ങൾ ഈ തിങ്കളാഴ്ച മുതൽ. ദൈവജനം ഉണരുക. ആത്മാവിലുള്ള ആനന്ദത്തിനു വേണ്ടി, സ്വർഗീയമായ ആനന്ദത്തിനു വേണ്ടിയുള്ള ഒരുക്കപ്പെടുന്ന 21 ദിനരാത്രങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ അത് പ്രാർത്ഥനയുടെ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിന്റെ ദിവസങ്ങൾ ആയിത്തീരണമെന്ന് ഓരോ ഹൃദയങ്ങളും ആഗ്രഹിക്കണം. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനുവേണ്ടി പ്രാർത്ഥി. ഈ പെന്തക്കോസ്ത് അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നുമില്ല. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ പെന്തക്കോസ്ത് അനുഭവം കിട്ടി. പിന്നീട് അവർക്ക് ജയിലറ ഒരു പ്രശ്നമല്ല, കാരാഗ്രഹം അവർക്ക് പ്രശ്നമല്ല. ദൈവ സാന്നിധ്യം നിന്നിലുണ്ടെങ്കിൽ, പ്രാർത്ഥന നിന്നിലുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആളുകളുണ്ടെങ്കിൽ നീ ഒരു കാരാഗ്രഹത്തിലും ഒരു ദുരവസ്ഥയിലും നീ എത്തിച്ചേരുന്നില്ല. നിന്റെ ദൈവമായ കർത്താവ് കാരാഗ്രഹത്തിനുള്ളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരം ഉയർത്തി വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ നമ്മളത് പ്രാർത്ഥിക്കാൻ, ഇത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിലെ ചിന്ത. ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി, ഉയർപ്പ് ഞായറിന് വേണ്ടി ഒരുങ്ങി, കർത്താവിന്റെ സ്വർഗാരോപണത്തിന് വേണ്ടി ഒരുങ്ങോ, അതിനുശേഷം പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി ഒരുങ്ങോ.
സ്വർഗാരോഹണത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സ്വർഗത്തിലേക്ക് ഈശോ കരയറപ്പെടുന്ന സമയത്ത് ശിഷ്യന്മാർ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ പറയുന്നത്? ഈ വീണെടുക്കുന്ന ഇസ്രായേൽ കന്യകയെ വീണ്ടെടുക്കുവാനായിട്ട് സ്വർഗത്തിലേക്ക് കരയേറുന്ന യേശുനാഥൻ വീണ്ടും നമ്മളെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട്. വേറെ ഒന്നും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ നമ്മുടെ ഈ തകർച്ചയിൽ നമുക്ക് ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കും നമ്മളല്ല ചിന്തിക്കണം. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ ഈ തകർച്ച എനിക്ക് അത് ഏറ്റെടുത്ത് അത് ഉയർച്ചയാക്കി മാറ്റണേ. അതായിരിക്കണം ആഗ്രഹം, തകർച്ചയെ ഉയർച്ചയാക്കി മാറ്റുവാനുള്ള ആഗ്രഹം. ഒരു അമ്മച്ചി, ഒരു സഹോദരിയുടെ ആഗ്രഹം ഭർത്താവിനൊന്ന് ട്രീറ്റ്മെന്റിന് കൊണ്ടുവരണം. അദ്ദേഹം സമ്മതിക്കത്തില്ല. അപ്പം എന്നോട് ചോദിച്ചു ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ദിവസങ്ങളിലെ ശുശ്രൂഷയൊക്കെ ആ സഹോദരി വിദേശത്തിരുന്നുകൊണ്ട് ഇത് കൂടിക്കൊണ്ടിരിക്കുമോ. ഇന്നത്തെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ആ സഹോദരനെ അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുന്ന നാട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിക്കണം. വിശ്വാസത്തോടെ പ്രാർത്ഥനയാണ്. എനിക്കത് 2 മാസം 3 മാസത്തോളമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്. ഈ പ്രാർത്ഥനയുടെ അവസാനം എത്തിച്ചേർന്നത് ജീവിതങ്ങളെ സമ്മതിക്കുന്നുള്ളൂ. ചെറുതല്ല നല്ലൊരു മദ്യപാനിയാണ്. അപ്പം ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യണം. കാരണം ഈ മദ്യം കഴിച്ചു കഴിയുമ്പോൾ കാണിക്കുന്ന വികൃതികള് ചില കേസുകെട്ടുകളിലേക്കൊക്കെ പോയി ചില ജയിലറുകളിലേക്ക് ചെന്നുപെടാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് ഈ സഹോദരി പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും പോകാതെ കർത്താവിന്റെ സുരസന്നതയിൽ ആത്മാവ് കർത്താവിന്റെ സുരസന്നതയിലേക്ക് ചേർക്കപ്പെടുവാൻ വേണ്ടിയിട്ട് ഈ സഹോദരി പ്രാർത്ഥിക്കുന്ന സഹോദരി ആഗ്രഹിക്കുക. അപ്പൊ ഈ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. സഹോദരൻ ഒരു കാരണവശാലും നാട്ടിലോട്ട് പോരത്തില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ മണിക്കൂറുകളിൽ അദ്ദേഹം ഫ്ലൈറ്റില് നാട്ടിലേക്ക് ട്രീറ്റ്മെന്റിനായിട്ട് വരികയാ. കരങ്ങൾ ഉയർത്തിയെന്ന് ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഈ കൂട്ടായ്മകളിൽ ആരോ ഉള്ള? പരിശുദ്ധാത്മാവാ. നമ്മൾ ആരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഞാൻ ഈ തറയിലേക്ക് കയറി വരുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവ് വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കയറുന്നത്. പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. ഈ ജനത്തോട് എന്തെല്ലാം പറഞ്ഞു കൊടുക്കണോ, ഈ ആരാധന നിമിഷങ്ങളിൽ എന്തെല്ലാം സംസാരിക്കണോ അതെല്ലാം സ്വർഗത്തിൽ നിന്നുള്ള സംഭാഷണമല്ലാതെ ദൈവത്തിന്റെ അല്ലാതെ ഒന്നും നാവിലൂടെ വരുവാൻ അവിടുന്ന് ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കപ്പെടുന്നത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന. ദൈവഹിതത്തിനല്ലാത്ത ഒരു പ്രവൃത്തി ദൈവമേ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പിതാവായ ദൈവമേ, ഈ രാത്രി ഈ ദിവസം എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. ഈ ദിവസം ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ചില്ലാത്ത ഒരു പ്രവൃത്തിയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുക. ഓരോ ദിവസങ്ങളിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുക. ഇന്ന് ഞാൻ ഇടപഴകുന്ന വ്യക്തികള് ദൈവഹിതമല്ലാത്ത ആരുമായിട്ട് ഇടപഴകുവാൻ ഇന്ന് എന്നെ അനുവദിക്കരുത് എന്ന് നേരം വെളുക്കുമ്പോൾ അല്ലെങ്കിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇതായിരിക്കണം പ്രാർത്ഥന. ഇടപഴകണ്ടാത്ത ചില വ്യക്തികളുമായിട്ട് ഇടപഴകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവിക ചൈതന്യം നഷ്ടപ്പെടുവാൻ സാധ്യതയേറെയാണ്. മറ്റുള്ളവരിലേക്കല്ല, നമ്മളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് നമ്മുടെ എൻ്റെ ഭർത്താവിൻ്റെ കുഴപ്പം കൊണ്ട്, എൻ്റെ മക്കളുടെ അങ്ങനെയല്ലത്, എൻ്റെ കുഴപ്പം കൊണ്ട് എനിക്ക് ഈ ദൈവരാജ്യം അനുഭവിക്കുവാനായിട്ട്, ഈ സമാധാനം, മക്കളുടെ ഐശ്വര്യം, തലമുറകളുടെ ഐശ്വര്യം കാണാനായിട്ട് എനിക്ക് സാധിക്കാത്തത് എൻ്റെ ബലഹീനത മൂലം. ആ കുറവുകളിലേക്ക് ഇറങ്ങി വന്ന് കർത്താവെ ബലഹീനതകളെ കണക്കിലെടുക്കാതെ അവിടുത്തെ കൃപയാൽ എന്നെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അതാ ഇസ്രായേൽ കന്യക വീണ് കിടക്കുകയാണ്. ഓരോരുത്തരും വീണ് കിടക്കുമോ? അവിടെ നിന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേക്കാൻ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. അവൾ ഇനിയും എഴുന്നേൽക്കുകയില്ല. അവൾ സ്വദേശത്ത് പരിത്യക്തയായി കിടക്കുന്നു. എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, 1000 പേരെ അണിനിരത്തിയ ഇസ്രായേൽ നഗരത്തിൽ 100 പേർ മാത്രം വിശ്വാസം നഷ്ടപ്പെട്ടു. അവശേഷിക്കുന്നു 100 പേർ അണിനിരത്തിയ നഗരത്തിൽ 10 പേർ മാത്രം ശേഷിക്കും. വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇസ്രായേലിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനം കുറഞ്ഞു വരിക. 1000 പേരെ ഒരുമിച്ച് കൂട്ടിയ സ്ഥലത്ത്, ദൈവം ഒരുമിച്ച് കൂട്ടിയ സ്ഥലത്ത് ഇന്ന് 10ഓളം ആളുകൾ മാത്രമേ ഉള്ളൂ. വിശ്വാസ രാഹിത്യത്തിന്റെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ആമോസ് പ്രവാചകനെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവം നിയോഗിച്ചത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രവാചകന്മാരെ, ശുശ്രൂഷകരെ ദേശത്തുയർത്തുന്നത് വിശ്വാസരാഹിത്യത്തിലേക്ക്, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജനത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇസ്രായേൽ ജനത്തെ വീണ്ടെടുക്കുവാനാണ് പ്രവാചകന്മാരെ, ശുശ്രൂഷകരെ, പുരോഹിതന്മാരെ ദൈവം ദേശത്ത് അഭിഷേകം ചെയ്യുന്നത്. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? ഒരു കുടുംബത്തിൽ ഒരാളെ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരാളെ കർത്താവ് ഉണർത്തുന്നതിനാ, ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാ ആ കുടുംബത്തെ പാപശാപ പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രവാചകനെ സ്വഭവനത്തിൽ ദൈവമായ കർത്താവ് ഉയർത്തുന്നത്. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഭവനത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. ആ വ്യക്തിയിലൂടെയാണ് ആ കുടുംബം വിശുദ്ധീകരിക്കുന്നത്. ഇസ്രായേൽ കന്യക വീണുപോയിരിക്കുന്നു. കർത്താവിൻ്റെ വലിയ വിലാപമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജനം, കുടുംബത്തിൽ വിശ്വാസവും ഇല്ല. എന്നൊരു സഹോദരൻ പറഞ്ഞത്, എൻ്റെ മക്കൾക്ക് വിശ്വാസവും ഇല്ല, അവർ സമ്പത്തിനെ ആശ്രയിക്കുക. ഒരപ്പച്ചൻ കണ്ണുനീരൊഴുക്കി പറഞ്ഞൊരു കാര്യമാണ്, മക്കളുടെ സമ്പത്ത് ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ മരണം വരെ എങ്ങനെയും സാമ്പത്തികമായിട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഉണ്ടായി അതിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുക. കാരണം മക്കളുടെ സമ്പത്ത് നമ്മുടെ കയ്യിലേക്ക് തരുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു വേദന കടന്നു വരുന്നുണ്ടെന്ന് അപ്പച്ചൻ പറയുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശുശ്രൂഷ ചെയ്യുന്ന സമയങ്ങളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കളുടെ മുമ്പിൽ കൈനീട്ടുവാനായിട്ട് ഒരിക്കലും ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അപ്പച്ചനെ ഇന്ന് രാവിലെ കണ്ടുമുട്ടുകയുണ്ടായി. വിശ്വാസം അതാ, ദൈവത്തോടുള്ള പ്രാർത്ഥന അതാ. ആരുടെ മുമ്പിൽ കൈനീട്ടുവാനായിട്ട് ഇടവരുത്തരുത്. വീണ് കിടക്കുക ഇസ്രായേൽ കന്യക, വീണ് കിടക്കുക, വിശ്വാസവും ഇല്ല, വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ക്യാൻസർ പേഷ്യൻ്റാ. ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരാ ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി, എനിക്ക് ക്യാൻസർ രോഗമാണ്, 7 ഹീമോ കഴിഞ്ഞ് ഇനിയൊരു ടെസ്റ്റ് വരുമോ, ആ ടെസ്റ്റിൽ എനിക്ക് ഇത് ക്യാൻസർ ഉണ്ടെങ്കിൽ വീണ്ടും ഹീമോ എടുക്കേണ്ടി വരും, ഞാൻ ക്ഷീണിതയാണ്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ? ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നൊരു കാര്യം, ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തി എന്ന് പറഞ്ഞ് സാക്ഷി എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഞാനത് എടുത്തുകൊണ്ട് വരാനായിട്ട് മറന്നു, അടുത്ത ആഴ്ച ഞാൻ വായിക്കാതെ. അപ്പം ആ സഹോദരി അവിടെ എഴുതാൻ പറയൂ, എന്താ സുഖപ്പെട്ടിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ടെസ്റ്റ് റിപ്പോർട്ട് പറഞ്ഞു. പീസ് പറയുക, നീ സുഖപ്പെട്ടു കഴിഞ്ഞു എന്ന് സാക്ഷ്യം എഴുതാൻ പറഞ്ഞു. ഇവിടെ അവളത് വിശ്വസിച്ചു. ആ സഹോദരിയെ വിശ്വസിച്ച് അവളൊരു പേപ്പർ എടുത്ത് ഈശോ ഇന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തേണ്ട അതേ കാര്യം സഹോദരി എഴുതി സാക്ഷ്യപ്പെടുത്തി, എന്നെ ഈശോ സുഖപ്പെടുത്തി കഴിഞ്ഞു, സുഖപ്പെടുത്തി എന്ന സാക്ഷി. ഇവിടെ ടെസ്റ്റ് റിപ്പോർട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു ക്യാൻസർ രോഗം ശരീരത്തിലില്ല. ഈശോ ആ സഹോദരിയെ മുൻകൂട്ടി തന്നെ സുഖപ്പെടുത്തിയിരുന്നു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേൽ കന്യക വീണ് കിടക്കുക, അവളെ എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ല. വിശ്വാസത്തിലൂടെയാണ് ഒരു വ്യക്തി പുനരുദ്ധരിക്കുന്നത്. നീ സുഖപ്പെട്ടു കഴിഞ്ഞു, നീ ദൈവസന്നിധിയിൽ സാക്ഷ്യ ജീവിതം നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവളെ ഓർമ്മപ്പെടുത്തിയപ്പോൾ അവൾ അതിൽ വിശ്വസിച്ചു. അവളുടെ ശരീരത്തിൽ നിന്ന് രോഗാരൂപി പൂർണ്ണമായിട്ട് വിട്ടുപോയി. കർത്താവിന്റെ മഹത്വം ആ സഹോദരിയുടെ ശരീരത്തിൽ വെളിപ്പെട്ട് കരമേർത്തൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഇസ്രായേൽ ഭവനത്തോട് കർത്താവ് അരുളി ചെയ്യുന്നു, എന്നെ അന്വേഷിക്കുവേൻ, നിങ്ങൾ ജീവിക്കും. നിങ്ങൾക്കൊരു ജീവിതം വേണമെങ്കിൽ, നിങ്ങൾ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ആരെ അന്വേഷിക്കണം? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ, യേശുവിനെ അന്വേഷിക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഈശോയെ അന്വേഷിക്കാതെ ഒരു ജീവിതം അവസാനിപ്പിക്കുന്നത്. ഈശോയെ അന്വേഷിച്ചാൽ, ഈശോയെ കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ജീവൻ ഉണ്ടാവുകയോ? നിങ്ങൾ ജീവിക്കും. മരിക്കുന്നപ്പോഴാ? ഈശോയെ അന്വേഷിക്കാത്തപ്പോഴാണ് ആത്മീയ, ഭൗതിക, ശാരീരിക മരണത്തിലേക്ക് പെട്ടെന്ന് പ്രവേശിക്കപ്പെടുന്നത്. യേശുവിനെ അന്വേഷിക്കാത്തപ്പോഴാണ്. പാപം ചെയ്തില്ല എന്നുള്ളതല്ല. ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? നീ കൊടും പാപിയാണെങ്കിൽ, നീ കർത്താവിന്റെ സന്നിധിയിലേക്ക് നീ മടങ്ങി വരുവാൻ നീ തയ്യാറാണോ? കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ച് പോരുന്നേ, ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ. പോരല്ലോ, ഇത്രയും ആളുകളില്ല. നന്നായിട്ട് സ്തുതിച്ച് പോരാ. നന്നായിട്ട് സ്തുതിക്കുന്നു. അഭിഷേകം നിറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പൊ നമുക്ക് വേണ്ട എന്താ? നിത്യജീവനം നമുക്ക് വേണ്ട.
നമുക്ക് ജീവൻ നിലനിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ ജീവൻ, ആ ജീവൻ വന്നാൽ നിത്യജീവനാണത്, നിലനിൽക്കുന്ന ഒരു ജീവൻ. അതിലാണ് നിലനിൽപ്പുള്ളത്. യേശുവിൻ്റെ ജീവനിലാണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നതെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുക. യോഹന്നാന്റെ സുവിശേഷം, അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 16 മുതൽ ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? നിത്യജീവൻ പ്രാപിക്കാനായിട്ട് അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? എന്താ? നന്മ ചെയ്താൽ മാത്രമേ നിത്യജീവൻ നമുക്ക് ലഭിക്കപ്പെടത്തുള്ളൂ. നിത്യജീവൻ ലഭിക്കപ്പെടണമെങ്കിൽ നന്മ പ്രവർത്തിക്കണം, നന്മയായിരിക്കണം. നമ്മൾ നന്മയായാലുള്ളൂ നന്മ നിറയത്തുള്ളൂ. പരിശുദ്ധി അമ്മ നന്മയായതുകൊണ്ടാണ് സ്വർഗം അമ്മയിലേക്ക് വന്ന് നിറഞ്ഞത്. അപ്പൊ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? നന്മയുള്ളവരായിട്ട് മാറും. നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താ? എല്ലാ പ്രവൃത്തിയും നന്മയുള്ള പ്രവൃത്തികളായിട്ട് മാറണം. തിന്മ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാ? തിന്മയുള്ളത് കൊണ്ടാണ് തിന്മ പ്രവർത്തിക്കുന്നത്. നന്മ പ്രവർത്തിച്ചാൽ നിത്യജീവൻ നമ്മളിലേക്ക് കടന്നു വന്ന നിത്യമായ ഒരു ജീവിതം, ദൈവത്തിലുള്ള ഒരു ജീവിതം, സ്വർഗീയമായ ഒരു ജീവിതം ഭൂമിയിൽ ദൈവം പ്രദാനം ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുവൻ മാത്രം, ദൈവം മാത്രം നന്മയുള്ളവരുള്ള നല്ലവൻ ഒരാളെ ഉള്ളൂ, ദൈവം മാത്രം. ജീവനെ പ്രവേശിക്കുവാൻ അഭിലഷിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ അനുസരിക്കുക. ദൈവം മാത്രമേ ഉള്ളൂ നന്മയായിട്ടുള്ളതുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ 10 പ്രമാണം വെച്ച് നമ്മൾ പോവുക. അവൻ ചോദിച്ചു, ഏതെല്ലാം? യേശു പ്രതിച്ചു, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ആ യുവാവ് ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? പ്രമാണമൊക്കെ അനുസരിക്കും, എല്ലാം കറക്റ്റായിട്ട് ചെയ്യും, എന്നിട്ട് നിത്യജീവൻ കിട്ടുന്നില്ല. സ്വർഗീയമായ ഒരു അനുഭവം നമുക്ക് ലഭിക്കപ്പെടുന്നില്ല. ഞാനിതെല്ലാം ചെയ്തിട്ടും എനിക്ക് സ്വർഗീയ അനുഭൂതി ലഭിക്കപ്പെടുന്നില്ല എന്ന് ഈ സഹോദരൻ ഈശോയോട് ചോദിക്കുക. ഇതെല്ലാം ഞാൻ അനുസരിച്ചു, ദൈവം ഈശോ പറഞ്ഞെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്. പക്ഷെ ഈശോ അവിടെ ഒരു വലിയ മറുപടി പറയുന്നുണ്ട്. യേശു പറഞ്ഞു, നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. മനോഭാവത്തില് മാറ്റം വരാതെ നിത്യജീവൻ നിനക്ക് ലഭിക്കപ്പെടത്തില്ല. നിന്റെ മനസ്സിന് മാറ്റം വരണം, നിനക്ക് അനുകമ്പ തോന്നണം, മറ്റുള്ളവരോട് അനുകമ്പ, സഹതാപം തോന്നിയാൽ മാത്രമേ നിന്റെ ജീവിതത്തിലേക്ക് നിത്യജീവൻ വ്യാപരിക്കപ്പെടത്തുള്ളൂ. ആ നിത്യജീവനില് നിലനിൽക്കുവാനായിട്ട് സാധ്യമാകത്തുള്ളൂ. മനോഭാവം മോശമാ, എല്ലാ പ്രമാണം അനുസരിച്ച് ജീവിക്കുന്നു. പക്ഷേ ദരിദ്രരോട്, പാവപ്പെട്ടവരോട് കരുണയില്ലാതെ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും സമൃദ്ധി, നിത്യജീവൻ വ്യാപരിക്കപ്പെടുന്നില്ല എന്ന് ഈശോ ആ സഹോദരനെ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ പാടാണ്. ആദിമസഭ ഓർത്ത് നോക്കിയേ, എല്ലാം വിറ്റിട്ട് എന്തോ ചെയ്തു? അത് അപ്പസ്തോലന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഒരേ മനസ്സായിരുന്നു, ഒരുപോലെയായിരുന്നു. എല്ലാവരെയും ഒരുപോലെ കണ്ടപ്പോ അവിടെ ഇടയില് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. എന്താ പറയാ? ദരിദ്രരോട് കരുണ കാണിക്കും, പാവപ്പെട്ടവരോട് ദയ തോന്നണം. അല്ലാതെ ഈ 10 പ്രമാണം അനുസരിച്ച് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയിട്ട് കാര്യം മാത്രം ഇല്ല എന്ന് ഈശോ ഓർമ്മ. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുവിനെന്ന് ഈശോ ആവശ്യം. അവിടെ മനോഭാവ കൊടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ പ്രമാണങ്ങൾ അനുസരിക്കുന്നതിൽ ഇവൻ വലിയ അഭിഷേകമാണ്. പക്ഷെ ദരിദ്രരെ സഹായിക്കുന്നതിൽ അഭിഷേകമില്ല. പിന്നെ ഇവിടെ ചില വ്യക്തികള് ദരിദ്രരെ സഹായിക്കും, പക്ഷെ പ്രമാണങ്ങളും കൽപ്പനകളും നിരസിച്ചുകൊണ്ടിരിക്കും. അവരിലും നിത്യജീവൻ വ്യാപരിക്കപ്പെടുന്നില്ല എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. 2 കാര്യങ്ങളാണ്. ദാനധർമ്മികളുണ്ട്, പക്ഷേ പ്രമാണങ്ങൾ, ദൈവവചനം അനുസരിക്കത്തില്ല, ദൈവത്തിന്റെ വാക്ക് കേൾക്കത്തില്ല. പക്ഷേ ദരിദ്രരോട് വലിയ ദയ, അനുകമ്പയാ. പക്ഷെ ഇപ്പുറത്തോ ദൈവത്തിലുള്ള വിശ്വാസവും ഇല്ല, ദൈവവചനത്തിലുള്ള ആഴമായ വിശ്വാസവും ഇല്ലാത്ത ഒരു ജനത
ഉണ്ടെന്ന് കർത്താവ് 2 തരത്തിലുള്ള ജനത്തെ കർത്താവ് ഇവിടെ വേർതിരിച്ചു നിർത്തുകയാണ്. കൽപ്പനയും പ്രമാണം അനുസരിച്ച് പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും. പക്ഷേ വിറ്റ് ദരിദ്ര മനോഭാവം കേട്ടോ പ്രിയപ്പെട്ടവരെ, അല്ല വിറ്റ് കൊടുക്കാനല്ല പറയുന്നത്. ദരിദ്രര് നിന്റെ മുമ്പില് കൈനീട്ടുമ്പോ അവരോട് നിനക്ക് കരുണയില്ല എങ്കിൽ നിനക്കൊരിക്കലും നിത്യജീവൻ ലഭിക്കപ്പെടുന്നില്ല എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുന്നു. കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേൽ കന്യക ഈ 2 കാര്യങ്ങളിൽ വീണ് കിടക്കുന്നു. ഇവിടെ എഴുന്നേൽപ്പിക്കാൻ ആളില്ല. 2 കാര്യങ്ങൾ വീണ് കിടക്കും. കൊടുക്കാൻ പറഞ്ഞ കൊടുക്കുവോ? നമുക്ക് ശ്രദ്ധിക്കാം, വചനം ശ്രദ്ധിക്കാം. ഇവ ചോദിച്ചു, ഇവയെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്, ഇനിയും എന്താണ് എനിക്ക് കുറവ്? യേശു പറഞ്ഞു, നീ പൂർണ്ണനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർ കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. സമ്പത്തുണ്ടാക്കാനുള്ള വ്യഗ്രത നിന്റെ ഹൃദയതലങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ യേശുവിനെ അനുഗമിക്കുവാനായിട്ട് നമുക്ക് സാധ്യതയില്ല. നിങ്ങൾ ചിന്തിക്കണം, ഒരു ശുശ്രൂഷ ലഭിക്കുമ്പോൾ സമ്പത്തുണ്ടാക്കാനുള്ള ഒരു വ്യഗ്രത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമ്പത്തുണ്ടാക്കാനുള്ള ഒരു മാർഗം എനിക്കുണ്ടെങ്കിൽ, ആ മാർഗം ഉപേക്ഷിച്ചിട്ട് ഞാൻ ഒരിക്കലും ആത്മീയ ശുശ്രൂഷ വരുമോ? വരത്തില്ല. കാരണം ഒരു ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത് 24 മണിക്കൂറും ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകണം. കാരണം എപ്പോഴാണ് ഒരാൾക്ക് പ്രാർത്ഥനയുടെ ആവശ്യം വരുന്നതെന്ന് നമുക്കറിയത്തില്ല. 24 മണിക്കൂറും അതാ യേശു പറഞ്ഞത്, ഇതെല്ലാം വിട്ടിട്ട് വരാതെ. ഇപ്പൊ 2 കാര്യങ്ങൾ, വചനം അനുസരിക്കുകയും വേണം, അതിനിപ്പുറത്ത് ദരിദ്രരോട് ദയ കാണിക്കുക. എല്ലാം വിട്ടുകൊടുത്തിട്ട് യേശുവിനെ മാത്രം പ്രാപിക്കുവാനുള്ള ഒരു മനോഭാവം നിന്റെ ജീവിതത്തിൽ വന്നാൽ സ്വർഗം ഇറങ്ങി വന്ന് നിന്നോടൊപ്പം വസിക്കും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈ വചനം കേട്ട ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. വേണ്ട, ചില കാര്യം പറയുമ്പോൾ വിട്ടിട്ട് പോകും. ചില കാര്യങ്ങൾ പറയുമ്പോൾ വിട്ടിട്ട് പോകും. ചിലരോട് പറയും, വിടാൻ പറയും, വിട്ടുകൊടുക്കാൻ പറയും. ഒരു ചേട്ടന് അണക്കരയിൽ മരിയൻ റിട്രീറ്റ്സ് ധ്യാന കേന്ദ്രത്തിൽ ഡൊമിനിക്കച്ചൻ്റെ ധ്യാനം കൂടാൻ പോയി. അവിടെ അച്ഛൻ കൗൺസിലിംഗ് എടുത്തിട്ട് അച്ഛൻ പറഞ്ഞു, സഹോദരൻ ഇപ്പം ചെയ്യുന്ന ബിസിനസ് നിർത്താൻ പറഞ്ഞു. 60-65 വയസ്സുണ്ട്, മക്കൾ പോലും ഇല്ല. നിർത്താൻ പറഞ്ഞിട്ട് കേട്ടില്ല. വീണ്ടും പോയി ബിസിനസ് ചെയ്തു. അന്നേരം 40 ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും 50 ലക്ഷം രൂപ കടബാധ്യതയിലായി. അത് വീണ്ടും ആ സഹോദരന്മാർ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാനും പ്രാർത്ഥിക്കാൻ പരിശുദ്ധമായി പറഞ്ഞു, ഇപ്പം ചെയ്യുന്ന കാര്യം ചെയ്യരുന്നു. എന്താ ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ ചെയ്യുന്ന കാര്യം ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പകല് ഇതിനെക്കുറിച്ച്, സമ്പത്തിനെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വലിയൊരു അപകടം നിറഞ്ഞൊരു മേഖലയാണ്. ഇൻവെസ്റ്റ് ചെയ്തിട്ട് നോക്കാതിരിക്കണ പ്രശ്നമില്ല. ഇൻവെസ്റ്റ് ചെയ്തിട്ട് രാപകല് ദൈവത്തെക്കുറിച്ചല്ല മാമോനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവമഹത്വം അവിടെ വെളിപ്പെടുന്നില്ല. സമ്പത്തിന്റെ മേൽ ദൈവാനുഗ്രഹം ഇല്ല. 50 ലക്ഷമായി. നിർത്തിയില്ല. വീണ്ടും ട്രെയിൻ കയറി നേരെ എറണാകുളത്ത് പോയി. വീണ്ടും ഈ ബിസിനസ് തന്നെ ഒരു സുപ്രഭാതത്തിൽ തളർന്നുപോയി. തളർവാദ രോഗിയായിപ്പോയി. ഒരു സൈഡ് മൊത്തം തളർന്നുപോയി. പിന്നീട് പോകാൻ പറ്റുമോ? പിന്നീട് വിശുദ്ധീകരിക്കപ്പെട്ട് ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയ ആ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട് ദൈവത്തോട് ചേർക്കപ്പെട്ടു. സഹനത്തിലൂടെ പോയി, നല്ല സഹനത്തിലൂടെ കടന്നുപോയി. മുന്നറിയിപ്പ് കിട്ടിയോ? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം പല പ്രാവശ്യം മുന്നറിയിപ്പ് തരും. ഈ മുന്നറിയിപ്പിനെ അവഗണിക്കുമ്പോഴാണ് സഹനത്തിന്റെ എരിയുന്ന തീച്ചുളയിലൂടെ കടന്നുപോയി വിശുദ്ധീകരിക്കപ്പെട്ട സ്വർഗസൗഭാഗ്യത്തിന് ഞാനും നിങ്ങളും യോഗ്യരാകുന്നത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിയാൻ വേണ്ടി ചെന്നു. ഞാനിതെല്ലാം ഈ പ്രമാണങ്ങൾ അനുസരിക്കുന്നതാണ് നെഞ്ചുവിരിച്ച് ഈശോയുടെ അടുത്ത് എന്ന് ചോദിച്ച് ഞാനിതെല്ലാം അനുസരിക്കുന്നുണ്ട്. എനിക്ക് നിത്യജീവൻ കിട്ടണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ വലിയ പ്രാർത്ഥിക്കുന്ന ആളാണ്, എനിക്കിപ്പോൾ ദൈവാനുഗ്രഹം കിട്ടുന്നില്ല. ദൈവാനുഗ്രഹം കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈശോട് ചോദിക്കുക. ഈശോ പറഞ്ഞു, ഈ പ്രമാണങ്ങളൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞു. അതെല്ലാം കറക്റ്റായിട്ട് അനുസരിച്ചിട്ടില്ല ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈശോ പറഞ്ഞെന്താ? മകനെ, നിനക്കുള്ളതെല്ലാം വിറ്റ് നിന്റെ ഹൃദയത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായ സ്ഥാനം നീ സമ്പത്തിന് കൊടുക്കുന്നത് കൊണ്ട്, നീ രാവും പകല് സമ്പത്തിനെ കുറിച്ച് ധ്യാനിക്കുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് നിത്യജീവൻ കടന്നു വരുന്നില്ല. ഇതാണ് പ്രശ്നം. ഈശോ കാര്യം പറഞ്ഞപ്പോൾ അവൻ അവിടുന്ന് വിട്ടുപോയി എന്നാണ് സുവിശേഷം. നമ്മെ നല്ലവരാകാൻ നമുക്ക് സാധിക്കുന്നില്ല.
നല്ലവരാകണമെങ്കിൽ ദൈവപ്രമാണങ്ങളും ദൈവകൽപ്പനകളും ദൈവവചനം അനുസരിച്ച് മാത്രമേ നല്ലവരാകത്തുള്ളൂ. നല്ലവരായാൽ മാത്രമേ നിത്യജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കപ്പെടുന്നുള്ളൂ, നിത്യജീവനിൽ നമുക്ക് നിലനിൽക്കാൻ സാധ്യമാകത്തുള്ളൂ എന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുക. പൂർണ്ണമായ സമർപ്പണം ദൈവം ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ ഒരു സമർപ്പണമാണ്. എല്ലാം സമ്പത്തെല്ലാം കൊടുക്കാനല്ല പറഞ്ഞത്, ഉള്ളിലുണ്ട് ഇതിനോടുള്ള ഒരു ആർത്തിയുണ്ട്, ഇതിനുള്ളൊരു ദാഹം. ഞായറാഴ്ച ജോലി കിട്ടുകയാണെങ്കിലോ സന്തോഷമാണ്, പള്ളിയിൽ പോയിട്ട് നേരെ പോവുക. സാബത്ത് ദൈവത്തോടുള്ള വിശ്രമമാണ് സാബത്ത് ദിവസം. അന്ന് ജോലി ചെയ്യുന്നതല്ല, അന്ന് വിശ്രമത്തിന് സമയം, അന്ന് സിനിമ കാണുന്ന ദിവസമല്ല. കർത്താവിനോടൊപ്പം 6 ദിവസം നീ അധ്വാനിച്ചിട്ട് ആ അധ്വാന ഫലത്തിൽ നിന്ന് നീ വിരമിച്ചിട്ട് നിന്റെ ദൈവമായ കർത്താവിനോട് ഒരുമിക്കുന്ന ദിവസമാണ് സാബത്ത് ദിവസമെന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയും. ആ സാബത്തിൽ നീ ദൈവത്തോട് ഒരുമിപ്പിക്കുമ്പോൾ നീ 6 ദിവസം ചെയ്ത അധ്വാന ഫലത്തിന്റെ മേല് ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കപ്പെടും. ഇത് വിടണം, ഹൃദയത്തിൽ നിന്ന് വിടാതെ ഇത് അനുഗ്രഹിക്കപ്പെടത്തില്ല. നമ്മുടെ പ്രശ്നം എവിടെയാ? കെട്ടിപ്പിടിച്ചിരിക്കുക, ഉള്ളിൽ നിന്ന് പോകണം. നിസ്സാരമുള്ളെങ്കിൽ ആ നിസ്സാരത്തെ അനുഗ്രഹമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധ്യമാവുകയാണ്. ഒരു ചേട്ടൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കും, 24 മണിക്കൂർ ഞാൻ പ്രാർത്ഥിക്കും. അപ്പം എനിക്ക് എൻ്റെ ആവശ്യങ്ങളെല്ലാം എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് നിറവേറ്റി തരുന്നുണ്ട്. വിശ്വാസം പ്രിയപ്പെട്ടവർ, 24 മണിക്കൂർ പ്രാർത്ഥിക്കുന്നതല്ല, വിശ്വാസത്തിലൂടെ പ്രാർത്ഥനയാണ്. ദൈവത്തിൻ്റെ കൃപ ആ മകളിലേക്ക് ഒഴുകിയിറങ്ങോ. എൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞു, എനിക്ക് 2 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, പക്ഷെ എൻ്റെ കൈവശവും ഇല്ല. പക്ഷെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഈശോയെ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു വിദേശത്ത് വിടാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ച പൈസയാണ്, അത് കൊടുക്കാനായിട്ട് എനിക്കൊരു സാധ്യതയില്ല. ആ സാധ്യതയില്ലാത്ത സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവമായ കർത്താവ് അവിടെ ഒരു സാധ്യത ഉണ്ടാക്കിയെന്ന് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. വേറെ വഴിയൊന്നുമില്ല, വഴി യേശുവാ. അതാണ് വിശ്വാസം, വിട്ടുകൊടുത്തുള്ള വിശ്വാസം. അല്ലാതെ നമ്മുടെ ബുദ്ധി ഇരുന്ന് വർക്ക് ചെയ്യും. ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും? അവരോട് ചോദിക്കുക, ഇവരോട് ചോദിക്കുക. എല്ലാ ചോദ്യം നിന്ന് കഴിയുമ്പോൾ കർത്താവെ തരാവോ? അന്നേരം ഉത്തരവുള്ളൂ. നിത്യജീവൻ പ്രാപിക്കണം, എല്ലാം വിട്ടുകൊടുക്കണം. ദൈവജനം അനുസരിച്ച്, ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ കരുണ വ്യാപരിക്കപ്പെടുകയും സഹായിക്കാൻ ആളെത്തും. ഒരു ചേട്ടൻ പറഞ്ഞു, എങ്ങനെ നൂലെ കെട്ടി ഇറക്കി തരുമെന്ന് ചോദിച്ച ചേട്ടന്മാരുണ്ട്. ദൈവം നൂലെ കെട്ടി ഇറക്കി, അവസാനം കാര്യം കഴിഞ്ഞ് കഴിഞ്ഞും പറയും, നൂലെ കെട്ടി ഇറക്കി തരുന്ന ഒരു ദൈവം ഉണ്ടോ? അനുഗ്രഹം സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. ആ സ്വർഗത്തിൽ നിന്ന് വരുന്ന അനുഗ്രഹം ആരിലൂടെയാ? ഞാൻ ആളോട് പ്രാർത്ഥിക്കും. നിങ്ങളോട്, ശുശ്രൂഷകരോട് ഞാൻ ഇപ്പം പറയാം, നിങ്ങൾ പ്രാർത്ഥിക്കുക, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. അത്ഭുതം കാണാൻ പറ്റും, അടയാളങ്ങൾ കാണാൻ പറ്റും. സഹീയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നത്. ഞാൻ നിങ്ങളോട് പറയുക, ഈ 21 ദിനരാത്രങ്ങള്, തിങ്കളാഴ്ച മുതലുള്ള 21 ദിനരാത്രങ്ങള് മാക്സിമം സമയങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആ 21ാമത്തെ ദിവസം രാത്രിയുടെ യാമങ്ങളില് സന്ധ്യാസമയത്ത് ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി നമ്മൾ ആരാധിക്കുമ്പോൾ അന്ന് സഹീയോനിൽ പെയ്തിറങ്ങിയ ദൈവ സാന്നിധ്യം ഈ വിശുദ്ധ മന്ദിരത്തില് ദൈവം നമുക്ക് പെയ്ച്ചു തരും, ഉറപ്പാ. പക്ഷെ ഒരുങ്ങണം, കുമ്പസാരിക്കണം. ആഴ്ച പറ്റുമെങ്കിൽ കുമ്പസാരിക്കണം. ഇനിയുള്ള 21 ദിവസങ്ങൾ, ഇന്ന് മുതൽ തിങ്കളാഴ്ച മുതൽ. ഇപ്പം ഞായറാഴ്ച വരുന്ന ജനത്തോടും പറയാം, തിങ്കളാഴ്ച മുതൽ. പക്ഷെ ഒരു കാര്യയുടെ പരിശുദ്ധാത്മ വെളിപ്പെടുന്നുണ്ട്, പരിശുദ്ധ അമ്മ വെളിപ്പെടുന്നുണ്ട്. ഒരു 13 ജപമാല കൂടെ ചെല്ലാൻ പറ്റിയാൽ അത് വലിയ അനുഗ്രഹമാണ്. വേറെ ഒന്നും ചെല്ലണമെന്നില്ല, 13 ജപമാല ഈ ദിവസങ്ങളിൽ. ഒരു ദിവസം 13 ജപമാലയാണ്, 5 രഹസ്യം വെച്ച് 13 ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ, അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള പ്രാർത്ഥനയാണ്, സഹീയോനിലെ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അമ്മ മാതാവിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പം ആ പെന്തക്കോസ്തയുടെ അനുഭവം, പരിശുദ്ധാത്മ വരും, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ആവസിക്കപ്പെടും, ദൈവവചനം നമ്മളിൽ ഉരുവാകും. 2 കാര്യം പറഞ്ഞുള്ളൂ. ദൂതൻ പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കപ്പെടും, ദൈവവചനം നിന്നില് വെളിപ്പെടും. സഹീയോന് സംഭവിച്ചതാ. ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥന, ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമുക്കൊന്ന് ഒരുമിക്കാം, ഒരേ മനസ്സോടെ
ഒരുമിച്ചിരുന്ന് വീണുപോയിരിക്കുക. ചില അവസ്ഥകൾ നമ്മൾ കിടക്കും. ഇവിടെ കേട്ടു നമ്മൾ, ഇവൻ വീണുപോയ വ്യക്തിയാ. വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവിടെ വീണുപോയി. അവൻ യേശുവിനെ വിട്ട് അകന്നുപോയി. ഇതെല്ലാം വിട്ടിട്ട് നീ എന്നെ അനുഗമിക്കാൻ പറയുക. നിത്യജീവൻ വേണോ? ചുമ്മാ വേണേ അനുഗമിക്കാം. പക്ഷേ നിനക്ക് സ്വർഗീയ അനുഗ്രഹങ്ങളിലൂടെ, സ്വർഗീയ സമാധാനത്തിലൂടെ, സ്വർഗീയ ഐശ്വര്യത്തിലൂടെ നിനക്ക് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നീ സകലതും ഉപേക്ഷിക്കണമെന്ന് കർത്താവ് ഓർമ്മ. കർത്താവ് മാത്രമായിരിക്കണം സമ്പത്ത്, ദൈവം മാത്രമായിരിക്കണം. ലക്ഷ്യം അതായിരിക്കണം. ലക്ഷ്യം അതായിരിക്കണം. ഒറ്റ ലക്ഷ്യമോ ഈശോ മാത്രം, വേറെ ഒന്നും വേണ്ട. അമ്മ സഹായിക്കും. അമ്മയെ വിളിക്കുന്നത് എന്തിനാ? സഹായിക്കാനായിട്ടാ, കൂടെ ഇരിക്കുവാൻ. അവൻ പറയുന്നത് കേൾക്കണമെങ്കിൽ ആര് പറഞ്ഞു തരണം? പരിശുദ്ധി അമ്മ പറഞ്ഞു തരണം. പ്രിയ ദൈവജനമേ, പരിശുദ്ധി അമ്മ കൂടെ ഉള്ളത് കൊണ്ടാണ് ദൈവവചനം കേൾക്കാനായിട്ട് നമുക്ക് സാധ്യമാകുന്നത്. കരമടിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാരാ കൊണ്ടിരുന്ന? ആരാ ഈ വചനം കേൾക്കാൻ കൊണ്ടിരുന്ന? ആരാ? അമ്മയാ, മാതാവാ കൊണ്ടിരുന്നത്. കാരണം അവൻ പറയുന്നത് കേൾക്കാൻ പറഞ്ഞത് അമ്മ മാത്രമാ. അമ്മ പറഞ്ഞു, അവൻ പറയുന്നത് കേട്ടേ. കേട്ട് പ്രവർത്തിച്ചാൽ, അനുസരിച്ചാൽ, അവൻ പറയുന്നത് കേട്ടാൽ, സ്വർഗം പറയുന്നത് കേട്ടാൽ അത്ഭുതം സംഭവിച്ചിരിക്കും. സ്വർഗം പറയുക, ചേച്ചി സാക്ഷി എഴുതിക്കോളാൻ പറഞ്ഞു. ഓർത്തു നോക്കി, എൻ്റെ സ്വന്തം വാക്കുകളല്ല. സ്വർഗം പരിശുദ്ധാത്മ പറയുക, ചേച്ചി സൗഖ്യം എഴുതിക്കോ, വിശ്വാസത്തോടെ എഴുതിക്കൂ. കാരണം ക്യാൻസർ ഇല്ല. ക്യാൻസർ നിങ്ങൾ ഓർത്തു നോക്കി, എഴുതാൻ എന്ത് പാടായിരിക്കുന്നത് ഓർത്തു നോക്കി. സുഖപ്പെടാത്ത ഒരു ചേച്ചി, ക്യാൻസറിന് ഹീമോ എടുത്തുകൊണ്ടിരുന്ന ചേച്ചി, അത് കഴിഞ്ഞിട്ടില്ല. വീണ്ടും 7 എണ്ണം കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത വീണ്ടും എടുക്കണം. 12, 13 അങ്ങോട്ട് എടുക്കണം. ഇനി പോവാ. ആ ചേച്ചിയോട് സ്വർഗം പറയുന്നു, സാക്ഷി എഴുതിക്കൊള്ളാം. എടുത്തൊരു പേപ്പർ എടുത്തു, എഴുതുക, ഞാൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചപ്പോ ദൈവ മഹത്വം അവിടെ വെളിപ്പെടുകയാണ്. ഇവിടെ പോയി അവൾ അനുഗമിച്ചു. ഇവിടെ ഇവൻ അനുഗമിക്കുന്നില്ല. അവൾ അവനെ അനുഗമിച്ചപ്പോ സൗഖ്യം സംഭവിച്ചു. അവൾ സാക്ഷ്യ ജീവിതത്തിന് വേണ്ടി തൻ്റെ ശരീരത്തെയും തൻ്റെ മനസ്സിനെയും തൻ്റെ ആത്മാവിനെയും വിട്ടുകൊടുത്തപ്പോ മഹത്വം അവിടെ വെളിപ്പെട്ടു. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരു ദിവസം, ഒരു മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു കാര്യം കേട്ടില്ലേ? എന്താ കേട്ടേ? ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോയത് കേട്ടായിരുന്നോ? 3 കുഞ്ഞുങ്ങൾ, ഒരു കുഞ്ഞിനെ എടുത്തു മാറ്റാൻ പറഞ്ഞു. കേട്ടായിരുന്നോ? കേട്ടോ? ആരെങ്കിലും കേട്ടോ? ഉണ്ടോ? ഒന്ന് കര ഉയർത്താവോ? കേട്ടവരൊന്ന് കര ഉയർത്താം. 3 കുഞ്ഞുങ്ങളെ ഉദരത്തിൽ കൊടുത്തു. ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ പറഞ്ഞു, ഒരു കുഞ്ഞിനെ എടുത്തു മാറ്റിയില്ലെങ്കിൽ അവിടെ കടക്കാനായിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് 3 കുഞ്ഞുങ്ങൾ ഞെരിഞ്ഞമർന്ന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഒരു കൊച്ചിനെ എടുത്തു മാറ്റാൻ പറഞ്ഞു. പരിശുദ്ധാത്മ പറഞ്ഞു അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെ പോയി പ്രാർത്ഥിച്ചു. പിന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ 3 ഉറകളിൽ കുഞ്ഞുങ്ങൾ സംരക്ഷിതരാണ്, സുരക്ഷിതരാണെന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുക. ഇവിടെ ഒരു ടോക്ക്, അതിന് മുമ്പ് ഈ ഡോക്ടർ ഡെലിവറിക്ക് മുമ്പ്, ഓപ്പറേഷൻ സിസേറിന് മുമ്പ് ഒരു ടോക്ക് നടത്തുന്നുണ്ട്. അതൊരു വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ആ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട്, ഇത് കഴിവല്ല, അനേകരുടെ പ്രാർത്ഥനയാണെന്ന് ആ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രാർത്ഥന, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചതാ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ഇവിടെ അവര് ആ സിസേറിയൻ ചെയ്ത 3 കുഞ്ഞുങ്ങളെ പുറത്തെടുത്തു. 3 പെൺകുഞ്ഞുങ്ങളെ നൽകി. ഈശോ ആ കുടുംബത്തെ അനുഗ്രഹിച്ചു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൊച്ചിനെ എടുത്ത് മാറ്റേണ്ടതാ. അവര് റെഡിയായതാ. ചെയ്യരുതെന്ന് പറഞ്ഞു, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അവരും പ്രാർത്ഥിച്ചു. പ്രിയയുടെ വിശ്വാസം അവിടെ മഹത്വമായിട്ട് വെളിപ്പെട്ടു. അല്ല, ഒരു കൊച്ചിനെ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞേനെ. പിന്നെ അതിലൂടെ ആ കൊലപാതകത്തിന് ആ കുടുംബം സാക്ഷിയായി നിൽക്കേണ്ട ഗതികേട് വന്നേനെ. ദൈവത്തിൻ്റെ മഹത്വമാണ് എല്ലാം വിട്ടുകൊടുക്കാൻ. സകലതും വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കടന്നു. വചനം അനുസരിക്കണം. അതുകൊണ്ട് മാത്രം നിത്യജീവൻ കിട്ടത്തില്ല. വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ചില കാര്യങ്ങളുണ്ട് നമ്മൾ, ചില സ്വഭാവമായി, ചില പിടിവാശികൾ. ആ പിടിവാശി ഇരുന്നുകൊണ്ട് നമ്മൾ ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വരത്തില്ല, സാക്ഷി ജീവിതം ആകത്തില്ല. പിടിവാശി വിടണം. ചില സ്വഭാവ വൈകല്യങ്ങളുണ്ട്. അത് കർത്താവിനോട് പ്രാർത്ഥിക്കണം. നമുക്ക് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തോട് ദൈവമേ, ഈ വൈകല്യങ്ങളുടെ മേൽ, ഈ മുള്ളിൻ്റെ മേൽ ഇതൂടെ ഒന്ന് ശരിയായി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ മഹത്വമായിട്ട് മാറിയാൻ. കുറവുള്ളവരല്ല ആണ് നമ്മൾ.
അപ്പൊ ഈ കുറവിൻ്റെ മേൽ നിറവ് വരണമെങ്കിൽ ഈ കുറവിനെ ഏറ്റെടുക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടോ? അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ടേ. കുറവുണ്ട്, നമുക്ക് ബലഹീനതയുണ്ട്. ആ ബലഹീനതയുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണം. ഇപ്പം ഇവിടെ ചിലരെ സഹായിക്കാൻ റെഡിയാ, ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ റെഡി, കടബാധ്യതയാ, ചില കാര്യങ്ങൾ വസ്തു മേടിക്കാൻ അങ്ങോട്ടൊന്നും ചെല്ലണ്ടേ നമുക്ക്. ഈ വ്യക്തിക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല, അതിനു മുമ്പ് ഈ വ്യക്തിക്ക് തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മേടിക്കാൻ ചെല്ലുന്നതിന് ചെല്ലാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ കുറവുണ്ട്, ബലഹീനതയുണ്ട്. അതാ പ്രാർത്ഥിക്കണം. ഞാൻ നിറവുള്ളവനല്ല, കുറവുള്ളവനാണ്, ബലഹീനതയുള്ളവനാണ്. ഈ ബലഹീനത ഏറ്റെടുക്കാനാ ഈശോ വന്നത്. ബലഹീനനായി അവൻ കുരിശിൽ കിടന്നു, അവന് നിശബ്ദനായി നിന്നു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്ന ഇടയിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ നിശബ്ദനായി നിന്നത് നമ്മുടെ പാപങ്ങള് ഏറ്റെടുത്തപ്പോഴാണോ? സഹനം നിശബ്ദതയോടെ സ്വീകരിക്കണം. ആ സഹനത്തില് നമ്മുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കണം. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന വരുന്നുണ്ട്. സഹനത്തിലെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥന വരും. സന്തോഷത്തിൽ ഹൃദയത്തിൽ നിന്ന് വരത്തില്ല. അധരം കൊണ്ടാണ് നിങ്ങൾ എന്നെ ആരാധിക്കണം. ഹൃദയം കൊണ്ട് ആരാധിക്കണമെങ്കിൽ നല്ല പണി നടക്കുമ്പോഴാണ്, നല്ല സഹനം വരുമ്പോഴാ വിളിക്കുന്ന കർത്താവേന്നൊരു വിളിയാ. വിളിക്കുമ്പോൾ ഇറങ്ങി വരും മഹത്വം, അവിടെ വെളിപ്പെട്ടിരിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്ന് വിശ്വാസപൂർവ്വം എല്ലാം വിട്ടുകൊടുക്കാനുള്ള ഒരു വലിയ മനോഭാവം. ഈ ലോകത്ത് നിന്ന് ഒന്നും കൊണ്ടുപോകാനില്ല, എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടവരാണ്. നമ്മൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊന്നും മറ്റുള്ളവർക്ക് ഉപകരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതെല്ലാം നശിപ്പിക്കപ്പെടാൻ ഒരു സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവജനമേ, എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അധ്വാന ഫലം നിലനിൽക്കുവാൻ ദൈവമായ കർത്താവ് കൃപ തരുന്നു. എഴുന്നേറ്റ് നിൽക്കാൻ ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഈശോയുടെ സന്നദ്ധിയിൽ കർത്താവേ, എൻ്റെ അധ്വാന ഫലം തലമുറകൾ അനുഭവിക്കട്ടെ. ഞാൻ അധ്വാനിക്കുന്നത് ശേഖരിക്കപ്പെടണമെങ്കിൽ അധ്വാനത്തിലേക്ക്, അധ്വാന ഫലത്തിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴല്ല, എൻ്റെ ദൈവമായ അധ്വാനിക്കുന്ന സമയങ്ങളിൽ എൻ്റെ ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അധ്വാനം കഴിഞ്ഞ് 6 ദിവസം അധ്വാനിച്ച് 7-ാം ദിവസം കർത്താവിൻ്റെ അധ്വാനത്തിലേക്ക്, വിശ്രമത്തിലേക്ക് അധ്വാനിക്കുന്നവർ പ്രവേശിക്കപ്പെടുമ്പോഴാണ് കർത്താവിൻ്റെ ആ വലിയ അനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആ ദിവസത്തെ 6 ദിവസത്തെ അധ്വാനത്തെ ദൈവമായ കർത്താവ് ആശീർവദിച്ച് അനുഗ്രഹിക്കുക. നമുക്ക് ചാടിയിടുന്നേക്കാം, പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നിത്യജീവൻ ലഭിക്കണമെങ്കിൽ എൻ്റെ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം. ആ യുവാവ് യേശുവിനെ അനുഗമിച്ചില്ല. യേശു പറയുന്നുണ്ട്, എന്നെ അനുഗമിക്കുക, എല്ലാം വിറ്റിട്ട് നീ എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു. അവന് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ചിലതൊന്നും ഉപേക്ഷിക്കാതെ, ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാതെ നമുക്ക് യേശുവിനെ അനുഗമിക്കുവാൻ സാധ്യമല്ല. ഉപേക്ഷിക്കാതെ ദൈവരാജ്യം നമുക്ക് ലഭിക്കപ്പെടുന്നില്ല എന്ന്, ദൈവാനുഗ്രഹം കിട്ടുന്നില്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടും. ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി. അവൻ വളരെയേറെ സമ്പത്ത് ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരോട് അരുളിച്ചു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴിയിലൂടെ കടന്നു പോകുന്നതാണ്. ശിഷ്യന്മാർ ഇത് കേട്ട് വിസ്മയാഭരിതരായി അവനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവനെ നോക്കി പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് ഈശോ ഓർമ്മപ്പെടുത്തി. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിനെ അനുഗമിക്കണമെങ്കിൽ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ മനോഭാവത്തിൽ മാറ്റം വരുത്തുവാൻ ദൈവത്തിന് സാധ്യമാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് ഈ സമൂഹം പ്രവേശിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാനും നിങ്ങളും പ്രവേശിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വലിയ ദൈവാനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിത്യജീവൻ ഞങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിശ്വാസത്തോട് സ്വരമുയർത്തി കർത്താവേ, ഞങ്ങളുടെ തലമുറകളെയും ഞങ്ങളെ ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളുടെ മേലും ദൈവത്തിന്റെ കൃപ അനുഗ്രഹം വ്യാപരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിക്കാം. അഭിഷേകം നിറയട്ടെ. പോരെ 10 പേര് കേൾക്കുന്ന, 20 പേര് കേൾക്കുന്ന, 50 പേര് കേൾക്കുന്ന ശബ്ദത്തില് സ്വരമേർത്തി ദൈവത്തെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. വിടുതൽ പ്രാപിക്കുന്നു. പൗരോഹിത്യ അധികാരത്തിന്റെ ശക്തി വെളിപ്പെടുന്നു. സ്വരമേർത്തി സ്തുതിച്ച് അഭിഷേകം വെളിപ്പെടട്ടെ. അഭിഷേകം നിത്യജീവന്റെ അഭിഷേകം
വ്യാപരികളുടെ മനോഭാവങ്ങളില് മാറ്റം സംഭവിക്കുന്ന ദൈവത്തിന്റെ കൃപ ദൈവജനത്തിന്റെ മേൽ ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ എന്ന് ദാസർ പ്രാർത്ഥിക്കുന്ന ഈശോയെ, സമൂഹത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോയെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ദേശത്തെ അനുഗ്രഹിക്കണമേ, തലമുറകളെ അനുഗ്രഹിക്കണമേ കർത്താവേ, എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ സമൂഹത്തിലായിരിക്കുന്ന മുഴുവൻ മനമക്കളെയും ദൈവാനുഗ്രഹം കൊണ്ട് നിത്യജീവൻ കൊണ്ട് അവിടുന്ന് അഭിഷേകം ചെയ്തതിനെ ഓർത്ത് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് എല്ലാ അനുഗ്രഹത്തിന്റെ മേൽ, എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ അനുഗ്രഹം ഇതാ വ്യാപരിക്കപ്പെടുന്നു. വിശ്വാസത്തോട് സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ദൈവജനം നിറയുന്നു. വിശ്വാസം കൊണ്ട് ദൈവജന അഭിഷേകം പ്രാപിക്കപ്പെടുന്നു. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച് ഈശോയെ അനുഗ്രഹിക്കണേ, ഞാനൊരു അനുഗ്രഹമായിട്ട് തീരട്ടെ. ദേശത്ത്, കുടുംബത്തില്, ഇടവകയില് ഞാനൊരു വലിയ അനുഗ്രഹമായിട്ട് യേശുവിനെ സാക്ഷ്യം വഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് യേശുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരെ പോലെ ഒരു ശിഷ്യനാക്കി എന്നെയും രൂപപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. കാഴ്ച സമർപ്പണത്തിന്റെ സമയം. കാഴ്ചയെ കൊണ്ട് സമ്പത്തിന് നമുക്ക് കരങ്ങളിൽ എടുക്കാം. ഈ ഒരു സമർപ്പണം എന്നെ അനുഗ്രഹമാക്കണേ. വിടുതലിന്റെ സമയമാണ്, സൗഖ്യത്തിന്റെ സമയമാണ്, സമാധാനത്തിന്റെ സമയമാണ്, ഐശ്വര്യത്തിന്റെ സമയമാണ്, സമർപ്പണത്തിന്റെ സമയം. സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിനക്ക് മുമ്പേ പോകുന്ന യേശു പറഞ്ഞു, മലകൾ നിരപ്പാക്കും, പിച്ചലവാതിൽ ഒടിക്കും, ഇരുമ്പോടാമ്പലുകളെ തകർക്കും. നിന്നെ പേര് ചൊല്ലി വിളിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. നീ അറിയേണ്ട അന്ധകാരത്തെ നിധിയും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് ദൈവം ഉറപ്പ് തരുക. കരങ്ങൾ ഉയർത്തിക്കുകയും വിശ്വാസത്തോടെ 3 തലങ്ങളിൽ കർത്താവ് വിടുതൽ തരികയാണ്. ഒന്ന്, മലകൾ നിരപ്പാക്കും, പിച്ചല വാതിലുകൾ അവിടെ തുറന്നു തരും, ഇരുമ്പോടാമ്പലുകൾ തകർത്ത് ആ വാതിലും കർത്താവ് തുറന്നു തരിക. അന്ധകാരത്തിലായിരിക്കുന്നത് പ്രകാശത്തിലേക്ക് കടന്നു വരും, രഹസ്യമായിരിക്കുന്നത് പരസ്യമാകും, വെളിപ്പെടും. കരമുയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കുന്നു. അഭിഷേകം നിറട്ടെ, അഭിഷേകം നിറട്ടെ. പോരെ നന്നായിട്ട് സ്തുതിച്ചേ. രോഗങ്ങള്, പീഡകള്, തകർച്ചകള്, ദുരിതങ്ങള്, ദുരന്തങ്ങള്, അപകടങ്ങള്, ദുഷ്ടം വെച്ചിരിക്കുന്ന കെണികൾ എല്ലാം തകർക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മീയ, ഭൗതിക, ശാരീരിക, സാമ്പത്തിക മേഖലകൾക്ക് സൗഖ്യം തരുന്ന ദൈവത്തിന്റെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന സകല ദുഷ്ടാരൂപികള് യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ, കുരിശ് മരണത്തിന്റെ യോഗ്യതയാല് സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിന്റെ ശക്തിയാല്, യേശുവിന്റെ ഉത്ഥാനത്തിന്റെ ദൈവിക ശക്തിയാല് എന്റെ ജീവിതത്തിൽ നിന്ന് യേശു നാമത്തില് അവയെല്ലാം വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരം ഉയർത്തിപ്പിടിച്ച് ഈശോയെ എന്നെ ഒരു അനുഗ്രഹമാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിനെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് ഓരോ മകനും മകളും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ താമസിച്ചുള്ള ധ്യാനം, ഇവിടെ ധ്യാനിക്കാത്തവര്, അതുപോലെ പെന്തക്കോസ്തായ്ക്ക് ഒരുക്കമായിട്ടുള്ള ധ്യാനമാണ്. ആ ധ്യാനത്തിലേക്ക് കഴിയുന്നത്ര ആളുകൾ കടന്നു വരാൻ വേണ്ടി പരിശ്രമം. നിങ്ങളുടെ ഒത്തിരി കാലങ്ങളായിട്ടുള്ള ചില കാര്യങ്ങൾ ആവശ്യം, അത് നമ്മൾ പ്രാർത്ഥിച്ചേ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധിക്കാതെ ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോവുക. അപ്പം അങ്ങനെയുള്ളവർ, പ്രത്യേകിച്ച് അങ്ങനെയുള്ളവർ, ഇതുവരെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ചില കാര്യങ്ങൾ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുക, അങ്ങനെയുള്ളവർ തീർച്ചയായും ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുക, പങ്കെടുത്തിരിക്കുക. കാരണം പരിശുദ്ധാത്മാവ് ഒരു വലിയ അഭിഷേകം. അതിനുശേഷമുള്ള പെന്തക്കോസ്ത ഒരുക്ക ശുശ്രൂഷയിലും പെന്തക്കോസ്ത പ്രാർത്ഥനയിലൊക്കെ വലിയ വിടുതൽ അനുഗ്രഹങ്ങൾ കിട്ടും. അതുകൊണ്ട് ധ്യാനത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ വേണ്ടി പ്രദേശത്ത് പോകാനുള്ളവർ നിങ്ങൾക്ക് കടന്നു പോകും. ഞാൻ ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ കടന്നു പോകും. പക്ഷെ അവിടെ ചെന്ന് വലിയ ദുരിതമോ, പക്ഷേ ഇതൊന്നും ഉണ്ടാകാതിരിക്കും. വലിയ സംരക്ഷിക്കപ്പെട്ട ജനോട് ധ്യാനിച്ചുരുങ്ങി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ കടന്നുപോയ ഒരു സമൂഹം വിദേശരാജ്യം, അവർക്ക് നല്ല സമൃദ്ധിയാണ്. അല്ലാത്തവര് വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുക. അപ്പം നമ്മൾ ഒരുക്കപ്പെട്ട് വേണം പോകാനായിട്ട്. അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പല മേഖലയിലേക്ക് കടന്നു പോകുന്ന ഒരു കാലഘട്ടമോ ആ സമയമാണ്. അപ്പോൾ ആ സമയത്തിനൊക്കെ മുമ്പുള്ള ഒരു ധ്യാനമാണ്. ഇനി നമുക്ക് ചിലപ്പോൾ 2 മാസത്തിന്റെ ധ്യാനങ്ങൾ കാണത്തില്ല, ഈ ഓണത്തിന്റെ സമയത്ത് കാണത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കുചേരുവാനായിട്ട് പരിശ്രമിക്കുക, പങ്കുചേരുക. അതിന് ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല, അവൻ വാക്കുമാറുകില്ല. ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, ലോകാവസാനത്തോളം എന്റെ യേശു എന്നിൽ ജീവിക്കുന്നു, എന്റെ യേശു ക്രിസ്തു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്നിൽ ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, ഗാന്ധ്യം വരെ എന്റെ യേശു ജീവിക്കുന്നു, ലോകാവസാനത്തോളം യേശു ജീവിക്കുന്നു, എന്നിൽ വസിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്നിൽ ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു, എന്നെ നയിക്കുന്നു. തിരുവോസ്വരൂപനായ യേശു ജനമധ്യത്തിലേക്ക് കടന്നു വരികയാണ്. ദൈവമായ കർത്താവിനെ ആരാധിക്കണമെന്നുള്ള കൽപ്പന ഇപ്പോൾ നിറവേറുകയാണ്. ഹൃദയം കൊണ്ട് ആരാധിക്കുക. യേശു പറഞ്ഞു, ഈ മലയിലോ ആ മലയിലോ ഒന്നും അല്ല ദൈവത്തെ ആരാധിക്കുക, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന മണിക്കൂർ ഇതാ വന്നു കഴിഞ്ഞു. ആത്മാവിൽ നിറഞ്ഞ് ഈ ദൈവിക സത്യം പരിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടെന്നുള്ള ഈ സ്വർഗീയ സത്യത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടുകൂടി ആരാധിക്കുവാൻ കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. കരങ്ങൾ സ്വർഗത്തോളം ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളോട് നമ്മുടെ കരങ്ങൾ ചേർക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പുത്രനായ യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് ഈശോയെ എന്ന് വിളിക്കാമോ? എൻ ജീവനെ കാളും നീ വലിയതാണ് എനിക്ക്. ആരാധന 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 ആരാധന. തിരുവോസ്വരൂപനായ യേശുനാഥൻ സ്വർഗമിട്ട അപ്പത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിന്റെ മഹത്വം, തന്റെ ജനത്തെ സന്ദർശിക്കുവാൻ ദൈവം സ്വർഗമിട്ട അപ്പത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കും. തന്റെ ജനത്തോടൊപ്പമായിരിക്കുവാൻ സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന് അതേ ദൈവത്തിന്റെ സാന്നിധ്യം തന്റെ ജനത്തോടൊപ്പമായിരിക്കുവാൻ പരിശുദ്ധ കുർബാനയില് യേശു സാന്നിധ്യത വെളിപ്പെട്ട് നിൽക്കുന്നു. വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയേന്ന് വിളിച്ച് ഈശോയേന്ന് വിളിച്ച് മഹത്വപൂർണനായ ദൈവത്തെ വിളിച്ച് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവിനെ വിളിക്കുന്നു. യേശുവേ എന്ന് വിളിക്കുന്നു.
വിശ്വാസത്തോടെ വിളിക്കുന്നു, ഈശോയേ, പ്രത്യാശയോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയേ, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ പ്രവേശിക്കപ്പെടുന്നില്ല എന്ന് അരുളി ചെയ്ത മിശിഹ ഇതാ തിരുവോസ്വരൂപനായി ഈ അൾത്താരയില്, ഈ പരിശുദ്ധ കുർബാനയില് അവിടുന്ന് സന്നിഹിതനാണ്. ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യേശു സമീപസ്ഥനാണ്. ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? ആരെല്ലാം ഹൃദയ പരമാർത്ഥതയോടെ ഈശോയെ വിളിക്കുന്നുണ്ടോ, യേശു അവർക്ക് സമീപസ്ഥനാണ്. വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയേ, പ്രേമഗീതമാ ദൈവമേ, എന്നേശുനാഥാ നീ, ഈശോയെ, പ്രേമഗീതമാ ദൈവമേ, എന്നേശുനാഥാ നീ, എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്, എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. കരങ്ങൾ വീശി ചേർന്ന് പാടാം. ആരാധന, 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 ആരാധന. ചൊല്ല ആരുമില്ലേ അങ്ങെ പോലെ യേശുവേ, തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങെ പോലെ യേശുവേ, ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ, ദൈവമേ, ജീവനേ സ്വന്തമേ അങ്ങേ മാറിൽ ചാരുന്നു ഞാൻ. കരങ്ങൾ വീശി ചേർന്ന് പാടാം. ആരാധന, 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 ആരാധന. ഈശോയിലേക്ക് നോക്കി നിൽക്കും. ഈശോയിൽ നിന്ന് ശക്തി പുറപ്പെടുന്നുണ്ട്, അതനേകരെ സുഖപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തോടെ ഈശോയിലേക്ക് നോക്കിക്കും. ഈശോ എന്നെ സുഖപ്പെടുത്തണേ, എൻ്റെ മനസ്സിനെ, എൻ്റെ മനോഭാവം അങ്ങ് മാറ്റിമറിക്കണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് അനുകൂലമായ ഒരു ജീവിതമായിട്ട് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. എന്നെ തകർക്കുന്ന, എന്നെ തളർത്തുന്ന, എന്നെ ഇല്ലായ്മയിലേക്ക് നയിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും എൻ്റെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുവാൻ ലോകത്തിന്റെ പ്രകാശമായ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്ന് എന്നിൽ വാസമുറപ്പിക്കുന്നതിനോർത്ത് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. കരമുയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, കണ്ണുനീരോടെ വിളിച്ച്, അനുതാപത്തോടെ വിളിച്ച് എന്നെ ഒരു അനുഗ്രഹമാക്കണമേ. ഈ ദേശത്ത്, എൻ്റെ ഇടവകയില്, ഞാൻ ആയിരിക്കുന്നിടത്ത്, എൻ്റെ കുടുംബത്തില്, ഞാൻ ഇടപഴകുന്ന വ്യക്തികളില്, ഞാൻ പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളില് എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണുനീരോടെ വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവർത്തികളില് എന്നെ അനുഗ്രഹമാക്കി മാറ്റണേ. ഞാൻ ചെയ്തു പോയ പ്രവർത്തികളില് അത് ഫലം ചൂടുവാൻ അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തിയെ ഇപ്പോൾ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങെ പോലെ
അങ്ങേ പോലെ സ്നേഹിച്ചിടാ ആവതില്ല ആർക്കുമേ. സ്നേഹമേ ഭാഗ്യമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. സ്നേഹമേ ഭാഗ്യമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. കരങ്ങളെ വീശിച്ചേർന്ന് പാടാം. ആരാധന 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 ആരാധന. സ്വരമേർത്തി യേശുവേ 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 ആരാധന. യേശുവേ 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 ആരാധന. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു സാക്ഷ്യം കേട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് സെബിൻ സാബു. എൻ്റെ സ്ഥലം കുറുപ്പന്തറ. ഞാൻ 2022 മുതൽ ജർമ്മൻ ഭാഷ പഠിക്കുകയും 2023 B2 B2 കഴിഞ്ഞിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. നിർഭാഗ്യവശാൽ 2023 എൻ്റെ വിസ റിജക്റ്റ് ആവുകയും ചെയ്തു. തുടർന്ന് ഞാൻ B2 പഠിക്കുകയും 2024 ഞാൻ B2 പാസ്സാവുകയും ചെയ്തു. 2024 മുതൽ എനിക്ക് പല ഇൻ്റർവ്യൂ വന്നെങ്കിലും എനിക്ക് പാസ്സാകാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ 2025 ജനുവരി മുതൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ വന്ന് വിശുദ്ധ കുർബാനയിലും വചന ശുശ്രൂഷയിലും ആരാധനയിലും പങ്കെടുക്കുമായിരുന്നു. തുടർന്ന് അടുത്ത ആഴ്ചകളിൽ എനിക്ക് പല ഇൻ്റർവ്യൂ വരികയും അതിൽ പാസ്സാകാനും എനിക്ക് സാധിച്ചു. ദൈവ ബലി അർപ്പിച്ച് വചനം കേട്ട് ദൈവമായ കർത്താവിനെ ആരാധിച്ചപ്പോൾ ഇൻ്റർവ്യൂ വരികയും ആ ഇൻ്റർവ്യൂ പാസ്സാവുകയും ചെയ്തു. 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടുകയും ചെയ്തു. പക്ഷേ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുവാൻ ഭയമായിരുന്നു. കാരണം ഞാൻ ആദ്യം വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ റിജക്റ്റ് ആവുന്നത് കൊണ്ട് രണ്ടാമത് റിജക്റ്റ് ആകാനുള്ള സാധ്യത കൂടുതലായിരുന്നു. ഞാൻ ഈ കാര്യം ബ്രദറിനോട് പറയുകയും ബ്രദർ എന്നോട് ധൈര്യമായിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു കൊള്ളുവാൻ പറയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഏപ്രിൽ 2 വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വിസ വരാനായിട്ട് വൈകിയപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ബ്രദറിനെ ആരാധനയ്ക്ക് ശേഷം കാണുകയും ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം എന്നോട് 13 പ്രാവശ്യം വിശുദ്ധ മിഖാലിനുള്ള ജപം ചൊല്ലുവാനും നിർദ്ദേശിച്ചു. അന്ന് തന്നെ എനിക്ക് വിസ വരികയും ചെയ്തു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിച്ച് അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ. പരീക്ഷ എഴുതുന്നവര്, അത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവര്, അത്ഭുതങ്ങൾ തന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരുടെ മേല് ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ എന്ന് ദാസർ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിനെ വിളിക്കാമോ? അടയാളത്തിലൂടെ സാന്നിധ്യം ഈ ആലയത്തിൽ വെളിപ്പെടുത്തുന്ന യേശുവിനെ വിളിക്കാമോ? ദൈവ സാന്നിധ്യത്തെ വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? കരമടിച്ച് പാടാം എല്ലാവരും. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം അവൻ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ചേർന്ന് പാടാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അതു നിശ്ചയം. അഭിഷേകത്തോടെ കരങ്ങളടിച്ച് ദൈവമായ കർത്താവിനെ ദൈവജനം ആരാധിക്കുന്നു. ദൈവമായ
കർത്താവിനെ ആരാധിക്കുമ്പോൾ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കപ്പെടുന്നു. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നു. ഗർഭഛിദ്രമോ വാന്ധ്യതയോ ദേശത്തുണ്ടാവുകയില്ല. ദീർഘായുസ് നൽകി ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം വാഗ്ദത്ത ഭൂമി ഇസ്രായേൽ ജനത്തിന് കൊടുത്തു എങ്കിൽ ഓരോ വാഗ്ദാനങ്ങളും ഇന്നിതാ ദൈവജനത്തില് യേശുക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. കരമുയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, വിശ്വാസത്തോടെ വിളിക്കുന്നു, ആത്മീയ അനുഭൂതിയിൽ വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. പഠിച്ചു പാടാം. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളി പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളി പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ശക്തിയോടെ അഭിഷേകത്തോടെ വലിയ ദൈവാനുഗ്രഹത്തിനായി കർത്താവിനെ അനുഗ്രഹിക്കണമേ. വൻകാര്യങ്ങള് ദൈവത്തിനു വേണ്ടി ചെയ്യുവാൻ തക്കവിധം ആത്മീയമായിട്ട്, ഭൗതികമായിട്ട്, സാമ്പത്തികമായിട്ട് വലിയ വളർച്ച നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ജോലി തടസ്സങ്ങൾ മാറുന്നു, അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തില് സംഭവിക്കുന്നു. സാമ്പത്തികമായുള്ള ക്ലേശങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നു. വലിയ സമൃദ്ധി നൽകി നിങ്ങളുടെ ദൈവമായ കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. ഉത്ഥാനത്തിന്റെ ദൈവിക ശക്തി ആത്മീയ, ഭൗതിക, ശാരീരിക, സാമ്പത്തിക മേഖലയില് ഇത് വ്യാപരിക്കപ്പെടുന്നു. സ്വർഗീയ സാന്നിധ്യം കൊണ്ട് ദൈവജനം നിറയപ്പെടുന്നു. വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കുന്നു, അഭിഷേകത്തോടെ ഈശോയെ എന്ന് വിളിക്കുന്നു. സ്വർഗീയ നാഥനെ വിളിക്കുന്നു, സ്വർഗീയ നാഥനെ വിളിക്കുന്നു, സ്വർഗീയ അപ്പനെ വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. പാടി സ്തുതിച്ചാൽ ശക്തി പകരും, പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയ്ക്കും. പാടി സ്തുതിച്ചാൽ ശക്തി പകരും, പരിശുദ്ധാത്മാവിനാൽ അവൻ നിറയ്ക്കും. സാത്താന്യ ശക്തികൾ വിട്ടുപോയിടും, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. 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 പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്. മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു
വിളിക്കുന്നു. സൃഷ്ടി വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്ന യേശുനാമത്തില് അത്ഭുതങ്ങള്, അടയാളങ്ങള്, രോഗശാന്തി, മാനസാന്തരങ്ങള് ഈ ഭവനത്തില് യേശു ക്രിസ്തുവിലൂടെ സംഭവിക്കുന്നു. ഈശോയിലൂടെ വലിയ അടയാളങ്ങള്, വലിയ അത്ഭുതങ്ങള്, വലിയ രോഗശാന്തി, വലിയ മാനസാന്തരം ഇതാ നിങ്ങളുടെ മേല്, നിങ്ങളുടെ കുടുംബത്തിന്റെ മേല്, തലമുറകളുടെ മേല് ഇതാ വ്യാപരിക്കപ്പെടുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു, ഈശോയെ വിളിക്കുന്നു. ഈശോ എന്റെ ജീവിത പങ്കാളി, എന്റെ മക്കള്, എന്റെ മാതാപിതാക്കള്, മാനസാന്തരത്തിന്റെ ദൈവിക ഫലങ്ങള് ഇപ്പോൾ വ്യാപരിക്കപ്പെടട്ടെ, അത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യസഹിതമായ രോഗാവസ്ഥയിൽ കഴിയുന്നതിന് മേല് അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടെ, യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കപ്പെടട്ടെ, ബന്ധിതർ മോചിതരാകട്ടെ, അന്തർക്ക് കാഴ്ച ലഭിക്കപ്പെടട്ടെ. അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ജനത ക്രിസ്തുവിന്റെ സാന്നിധ്യത്തില് ഇപ്പോൾ അഭിഷേകം പ്രാപിക്കപ്പെടുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. ഒരു സമൂഹം അനുഗ്രഹിക്കപ്പെടുന്നു, ഒരു കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെടുന്നു. കരമുയർത്തി വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചേ. കർത്താവെ അനുഗ്രഹിക്കുന്നോടത്ത് നന്ദി പറയുക. കഴിവല്ല, കരുണയാണ്. പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുവൻ എൻ്റെ അടുത്ത് വരുന്നില്ല. ഇസ്രായേൽ ജനത, ഇസ്രായേൽ കന്യക വീണ് കിടക്ക കർത്താവിൻ്റെ വേദന, അധീനരോധനമാണ്. അവളെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ല. മിക്ക പ്രവാചകനോട് ദൈവം പറയുക, നീ പോകാൻ പറയുക. നീ ഇസ്രായേൽ ജനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയാൻ പറയുക. മക്കളെ, അകൃത്യമാണ് ദൈവത്തെ നമ്മളെ തമ്മിൽ അകറ്റിയിരിക്കുന്ന യേശയ്യാ പ്രവചിച്ചു. നിന്റെ കപാപം എത്ര കടും ചുമപ്പാണെങ്കിലും തൂമഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കുമെന്ന് അവിടെ അരുളി ചെയ്തു. രക്തവർണ്ണമെങ്കിൽ അത് കമ്പിളി പോലെ വെളുപ്പിക്കുമെന്ന് ദൈവം നമ്മോട് പറഞ്ഞു. ആ വെളുപ്പിക്കുവാൻ അവിടുന്ന് വിലാപ്പുറത്തെ തിരുരക്തം ഒഴുക്കി നമ്മളിലേക്ക് ഒഴുകുമ്പോൾ, നമ്മുടെ പാപത്തിന്റെ കറകൾ നമ്മളിൽ നിന്ന് കഴുകപ്പെടുമ്പോൾ തൂമഞ്ഞു പോലെ ഞാനും നിങ്ങളും വെണ്മയുള്ളവരായിട്ട് മാറ്റപ്പെടുകയും, ബലഹീന ശരീരത്തെ കർത്താവിന്റെ ശരീരമാക്കി മാറ്റുന്ന തമ്പുരാന്റെ സ്നേഹമാണ് കാൽവരിയില് കുരിശു മരത്തി കിടക്കുന്ന കർത്താവിന്റെ ശരീരം. ആ ശരീരത്തില്, ആ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ദൈവിക ജീവനാണ് നിത്യജീവനായിട്ട് നമ്മൾ നിലനിൽക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ഈ ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വരികയാണ്. പ്രാർത്ഥനാപൂർവമായിരുന്നു മുട്ടുമേലായിരുന്നേ, ഈശോ ഞാനൊരു പാപിയാണ്, ബലഹീനനാണ്, അയോഗ്യനാണ്, പല തെറ്റുകളിൽ ഞാൻ വീണുപോയിട്ടുണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ പ്രവണതയിൽ ഞാൻ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഈശോയെ അതെല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് എൻ്റെ ശരീരത്തിന് അവിടുന്ന് മോചനം തരണേന്ന് പ്രാർത്ഥിച്ചു. ചില വസ്തുക്കൾ നമ്മളെ ആകർഷിക്കുക, ഭക്ഷണം പോലും നമ്മളെ ആകർഷിക്കും, മദ്യം നമ്മളെ ആകർഷിക്കും. ഇതെല്ലാം കൊതിയിലേക്ക് കടന്നു പോവുകയാണ്. കൊതി മൂലപാപങ്ങളിൽ ഏഴാമത്തെ മൂലപാപമാണ് കൊതി. കൊതിയാണ് മനുഷ്യന്റെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. കൊതി പാപമാണെന്ന് അവിടെ അരുളി ചെയ്തിട്ടുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച ഈശോയെ, അഹങ്കാരം, അസൂയ, സ്വാർത്ഥത, ഭിന്നത, വിഭാഗിച്ചുന്ന വിദ്വേഷം, മദ്യപാനം, വിഗ്രഹാരാധന ഇതെല്ലാം പാപമാണെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. വൈരാഗ്യവും വെറുപ്പും ചതിയും വഞ്ചനയും. കർത്താവിന്റെ സന്നദ്ധയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഈശോ ഞാനൊരു പാപിയാണ്, ബലഹീനാണ്, വീണ്ടും വീണ്ടും കഴുകണേന്ന് പ്രാർത്ഥിച്ചു. ഒരു തുണി എത്രമാത്രം ചെളിപിടിച്ചാൽ അത്രമാത്രം കഴുകുന്നതനുസരിച്ച് അത് വെണ്മയുള്ളതായി തീരുക. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിന്റെ ബലിയോട് ചേർന്നിരിക്കുമ്പോൾ, ബലി അർപ്പിക്കപ്പെടുമ്പോൾ അശുദ്ധമായതിനെ വിശുദ്ധമാക്കുന്ന തമ്പുരാന്റെ സ്നേഹമാണ് കാൽവരിയുടെ നെറുകയില് മരക്കുരിശിൽ നിന്ന് പെയ്തിറങ്ങിയതെങ്കിൽ ആ കുഞ്ഞാട് ഇന്ന് സ്വർഗത്തിൽ പിതാവിന്റെ വലത് ഭാഗത്ത് ഉപേക്ഷനാണ്. ആ കുഞ്ഞാടിൽ നിന്ന് രക്തം ഇന്ന് ഒഴുകിയിറങ്ങുന്നത് പരിശുദ്ധ കുർബാനയിലൂടെയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് മാനവകുലത്തിന്റെ പാപങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഈശോ ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയി. നമ്മുടെ പാപങ്ങൾ യേശു ഏറ്റെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനം കടന്നു വരുന്നത്. ഓരോ സഹനങ്ങളും രക്ഷകരമായിട്ട് മാറ്റപ്പെടാൻ വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിച്ച ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സഹനം ഉണ്ടെങ്കിൽ ഞാൻ തൂമഞ്ഞു പോലെ വെണ്മയുള്ളതായി മാറുകയും പീഡാസഹനത്തോട് ചേർന്നിരിക്കുവാനായിട്ട് ചേർത്ത് വെക്കുവാൻ എനിക്ക് സഹനം തന്നിരിക്കുന്നു. ആ സഹനത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതം തൂമഞ്ഞു പോലെ വെണ്മയുള്ളതായിട്ട് മാറ്റപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. മക്കളെ പ്രാർത്ഥിച്ച് ഞാനും നിങ്ങൾ ബലഹീനതയുള്ളവരാ, കുറവുള്ളവരാ, വിശുദ്ധനൊന്നുമല്ല. പക്ഷെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വിശുദ്ധന്റെ കബറിടത്തിനരികില. ആ വിശുദ്ധനോട് ചേർന്ന് നിൽക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം കാണാൻ പറ്റും. കാരണം ആ വിശുദ്ധൻ കണ്ടെത്തിയത് ഈ പരിശുദ്ധമായ ആലയത്തില് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന ജീവനുള്ള ദൈവത്തെ കണ്ടുവെങ്കിൽ
ആ പുരോഹിതൻ മണിക്കൂറുകള്, ദിവസങ്ങള്, ദിനരാത്രങ്ങള് ഈ അൾത്താരയുടെ മുമ്പില് യേശുവിന്റെ സാന്നിധ്യത്തില് നിലയുറപ്പിച്ചുവെങ്കിൽ, കണ്ണുനീരൊഴുക്കിയെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിൽ നിലയുറപ്പിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നത് ആ വിശുദ്ധനായ പുരോഹിതന്റെ പ്രാർത്ഥനയാണ്, ആ യാചനയാണ്. ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ഈ സമൂഹത്തെ ഈ ജനത്തിന്റെ കൂടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധ്യമായത്. കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കി, കർത്താവെ ഞാനൊരു പാപിയാണ്, ബലഹീനനാണ്, എൻ്റെ ബലഹീനതയുടെ മേൽ കർത്താവിന്റെ സ്നേഹം ഒഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ സ്നേഹത്തോട് ചേർന്ന് നിന്ന് മക്കളെ, ആ കാരുണ്യത്തോട് ചേർന്ന് നിന്ന് കുരിശിന്റെ കീഴിൽ മിഴിനീരൊഴുക്കും പാപിയിൽ കനിയണമേ. കുരിശിന്റെ കീഴിൽ മിഴിനീരൊഴുക്കും പാപിയിൽ കനിയണമേ. നെഞ്ചിലെറിയും ദുഃഖങ്ങളെല്ലാം തൃപ്പാതെ അർപ്പിക്കുന്നു നാഥ, കനിയണമേ. നീറും മനസ്സിന് സാന്ത്വനമേകീണമേ. കുരിശിന്റെ കീഴിൽ മിഴിനീരൊഴുക്കും പാപിയിൽ കനിയണമേ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. പെന്തക്കോസ്ത് തിരുനാളിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ദിനരാത്രികളുടെ കടന്നു പോകുമ്പോ ഈശോയുടെ സന്നദ്ധിയിൽ കണ്ണുനീരൊടുക്കി പ്രാർത്ഥിക്കാം. ഈശോയെ ഉപവാസത്തിലേക്ക് ഈ കൂട്ടായ്മ പ്രവേശിക്കപ്പെടുമ്പോ നിരവധിയായ മക്കള് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലം അനുഭവിക്കുവാൻ കർത്താവേ ഈ കൂട്ടായ്മയുടെ മേല്, കടന്നു വരുന്ന ജനത്തിന്റെ മേല് അവിടുന്ന് കരുണ കാണിക്കണമേ. അനേകം മക്കള് ദേശങ്ങളിൽ നിന്ന്, വിദേശങ്ങളിൽ നിന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് ഒരുമിച്ച് കൂടുവാൻ അവിടുന്ന് കൃപ തരുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. കരമുയർത്തിപ്പിടിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവെ ഞാനൊരു പാപിയാണ്, ഇതിലൂടെ അനേകര് ഈ വിശുദ്ധ മന്ദിരത്തിൽ കടന്നു വരുവാൻ കർത്താവെ വഴിയും സത്യമായ ജീവനുമായ മിശിഹായെ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിലൂടെ അനേകര് ഈ പരിശുദ്ധമായ മന്ദിരത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവെ ഞാനൊരു വഴിയായിട്ട് മാറണമെങ്കിൽ അവിടുന്ന് എനിക്ക് വഴിയായിട്ട് മാറ്റപ്പെട്ടാൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുന്ന ഈശോയെ എന്നെ വഴിയാക്കി മാറ്റണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ എന്നിലേക്ക് കടന്നു വരുമ്പോ ഞാനാകുന്ന വഴിയിലൂടെ അങ്ങിലേക്ക് പ്രവേശിക്കുവാൻ അനേകർക്ക് സാധ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി അനുതാപത്തോടെ കണ്ണുനീരോടെ ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? മുൻനിരയിൽ നിൽക്കുന്നവരെ വിളിക്കാമോ? മധ്യഭാഗത്ത് നിൽക്കുന്നവരെ വിളിക്കാമോ? ഇരുവശങ്ങളിൽ നിൽക്കുന്നവരെ വിളിക്കാമോ? തിരിഞ്ഞൊന്നു നോക്കണേ നാഥ, മനം നൊന്തു ഞാനും കരഞ്ഞിടട്ടെ. ദൈവമേ തിരിഞ്ഞൊന്നു നോക്കണേ നാഥ, മനം നൊന്തു ഞാനും കരഞ്ഞിടട്ടെ. നല്ല മുന്നൂറിലധികം ഞാനും തള്ളി പറഞ്ഞതല്ലേ ദൈവമേ. നല്ല 300-ലധികം ഞാനും തള്ളി പറഞ്ഞതല്ലേ നാഥാ, പാപം ചെയ്തു പോയി ഞാൻ കുരിശിന്റെ കീഴിൽ മിഴിനീരൊഴുക്കും പാപിയിൽ കനിയണമേ. ചെയ്തുപോയ എല്ലാ പാപങ്ങളെ ഓർത്ത്, അറിഞ്ഞു അറിയാതെ ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് കർത്താവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. കർത്താവേ, ഞാനൊരു പാപിയാണ്, ബലഹീനനാണ്, ബലഹീനയാണ്. എൻ്റെ ഈ ബലഹീനതകളിലേക്ക് അവിടുത്തെ കൃപ അവിടെ നൽകുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുക. കരമൊന്നു നീട്ടണേ നാഥ,
സൃഷ്ടിയായി ഞാൻ മാറിടട്ടെ. ചേർന്ന് പാടിക്കേ. കരമൊന്നു നീട്ടണേ നാഥ, പുതു സൃഷ്ടിയായി ഞാൻ മാറിടട്ടെ. 7 700-ലധികം ഞാനും നിന്നിൽ ഇടറിയില്ലേ. ചേർന്ന് പാടിക്കേ. 700-ലധികം ഞാനും നിന്നിൽ ഇടറിയില്ലേ. നാഥാ പാപം ചെയ്തു പോയി ഞാൻ കുരിശിന്റെ കീഴിൽ മിഴിനീരൊഴുക്കും പാപിയിൽ കനിയണമേ. യേശുവേ യേശുവേ പാപിയാമെന്നിൽ കനിയണമേ. പാപിയാമെന്നിൽ കനിയണമേ. പാപിയാമെന്നിൽ കനിയണമേ. പാപിയാമെന്നിൽ കനിയണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. എന്റെ പാപങ്ങൾ മായ്ക്കണമേ. എന്റെ രോഗങ്ങൾ നീക്കണമേ. യേശുവേ യേശുവേ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. പാപങ്ങളെല്ലാം നീക്കണമേ. പാപങ്ങളെല്ലാം നീക്കണമേ. പാപങ്ങളെല്ലാം നീക്കണമേ. പാപങ്ങളെല്ലാം നീക്കണമേ. വിശുദ്ധിയാക്കണേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ബലഹീനതകൾ കണക്കിലെടുക്കാൻ, എന്റെ പാപങ്ങൾ കണക്കിലെടുക്കാൻ കർത്താവെ ചെയ്തു പോയ പാപങ്ങളിൽ നിന്നെല്ലാം എന്നെ മോചിക്കും. കണ്ണീരോടെ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുക. എൻ്റെ സന്നദ്ധിയിൽ ഞാൻ ആയിരിക്കും കർത്താവെ. എന്നോട്, എൻ്റെ ശരീരത്തോട്, എൻ്റെ ആത്മാവിനോട്, എൻ്റെ ജീവനോട്, എൻ്റെ ജീവിതത്തോട് കർത്താവെ കരുണയായിരിക്കണമേ. കഴിഞ്ഞ കാലഘട്ടങ്ങളെല്ലാം ഓർത്ത് അനുഭവിച്ച് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ശരീരം ബലഹീനമാണ്, മനസ്സ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ്. ഈ ബലഹീനമായ ശരീരം, ആ ശരീരത്തെയാണ് കർത്താവ് കാൽവരിയിൽ ഏറ്റെടുത്തത്. ഈ ശരീരത്തെയാണ് മഹത്വത്തിൻ്റെ ശരീരമാക്കി രൂപപ്പെടുത്തി. എൻ്റെ ശരീരത്തെയാണ്, എൻ്റെ ആത്മാവിനെയാണ്, എൻ്റെ ജീവനെയാണ്, എൻ്റെ ജീവിതത്തെ അവിടുന്ന് മഹത്വമാക്കിയത്. ഓരോരുത്തരും പ്രാർത്ഥിച്ചങ്ങനെ. എൻ്റെ ജീവിതം, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ്, എൻ്റെ ജീവൻ അവിടുന്ന് മഹത്വമാക്കി മാറ്റുക. കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അപ്പസ്തോലന്മാർ ജയിലറകളിൽ പ്രാർത്ഥിച്ചപ്പോൾ അടിത്തറ കുലുങ്ങി എന്ന് പറയുന്നത്, ചങ്ങലകൾ അഴിയപ്പെട്ടു എന്ന് പറയുന്നത്, കാരാഗൃഹത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടു എന്ന് പറയുന്നത്, അവർ കീർത്തനം പാടി എന്ന് പറയുന്നത്, അവർ സ്വരമുയർത്തി എന്ന് പറയുന്നത്, അവർ ഉച്ചസ്വരത്തിൽ പാടി, മറ്റു തടവുകാർ അത് കേട്ടു എന്ന് പറയുന്നത്. എൻ്റെ സ്വരം കേൾക്കുന്നുണ്ടോ? എൻ്റെ സ്വരം തടവറകളെ ഭേദിക്കുന്ന സ്വരമാണോ? ചങ്ങല അഴിഞ്ഞു മാറുന്ന ഒരു സ്വരം എനിക്കുണ്ടോ? ജയില് ഭേദിക്കുന്ന ഒരു സ്വരം എനിക്കുണ്ടോ? കാവൽക്കാരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഒരു സ്വരം എൻ്റെ അധരത്തിൽ നിന്ന് ഉയരുന്നുണ്ടോ? പ്രാർത്ഥിച്ചു, ഓരോരുത്തരും പ്രാർത്ഥിച്ച്. എൻ്റെ ആരാധന എപ്രകാരമാണ്? ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? വിശ്വസ്തയായിട്ടാണോ, വിശ്വസ്തനായിട്ടാണോ, ഹൃദയ പരമാർത്ഥതയോടെയാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഹൃദയത്തിൽ നിന്നാണോ എൻ്റെ സ്വരം ഉയരുന്നത്?
അതോ ഞാൻ അധരം കൊണ്ടാണോ ആരാധിക്കുന്നത്? ഈ ജനം അധരം കൊണ്ട് എന്നെ ആരാധിക്കുന്നു, ഈ ജന ഹൃദയം കൊണ്ട് എന്നെ ആരാധിക്കുന്നില്ല എന്ന് ദൈവം പറയുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നന്നായിട്ടൊന്ന് ആരാധിക്കാം, നന്നായിട്ട് കരടിച്ച്. ഈ ജനം ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ പോവാം. ഹൃദയത്തിൽ നിന്ന് ഈശോയെന്നൊക്കെ വിളിക്കുന്ന ചങ്കിന്ന് വരണം. സ്വരം ഉയർത്തുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് ഉയരണ്ട, വായി നല്ല വരണ്ടേ. ചങ്ക് തുറന്ന് കരമടിച്ച് ദാവീദ് വാഗ്ദാന പേടകത്തിനുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞപ്പോൾ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുക. മിഖാൽ ഇതെല്ലാം കണ്ട് കളിയാക്കുന്നുണ്ടോ? അവൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ വന്ധിയായിട്ട് അവർ മാറ്റപ്പെടുകയാണ്. മക്കളെ ആരാധിച്ചു, ആര് കളിയാക്കിയാലും അത് പ്രശ്നമാകുന്ന വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാണക്കേടൊന്നുമില്ല. ദാവീദ് രാജാവായിരുന്നിട്ട് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചെങ്കിലും നാണക്കേടൊന്നുമില്ല അവിടെ ദൈവത്തെ ആരാധിക്കുന്നിടത്ത്. നിന്നെ ആരെങ്കിലും കളിയാക്കുന്നവർക്ക് നീ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കളിയാക്കുന്ന മിഖായേലോ വന്ധിയായി തീർന്നുവെങ്കിൽ കർത്താവിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. കളിയാക്കാൻ ആർക്കും സ്വർഗത്തിൽ നിന്ന് അധികാരം നൽകിയിട്ടില്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ആരാധിക്കാം. നമുക്കൊന്ന് ചേർന്ന് കരമടിച്ച് നന്നായിട്ട് ആരാധിച്ച് ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ, അഭിഷേകത്തോടെ ദൈവമായ കർത്താവിനെ ഈ സമൂഹം ഹൃദയത്തില് ആരാധിക്കുന്നു. കരങ്ങളടിച്ചു പാടാം, ഹൃദയം തുറന്നു പാടാം, ചങ്കിൽ നിന്ന് പാടാം, സ്നേഹത്തോടെ പാടാം. എനിക്ക് വേണ്ടി വിലയർപ്പിച്ച എന്റെ മിശിഹ, ഉയർത്തെഴുന്നേറ്റ മിശിഹ, എന്റെ പാപം ഏറ്റെടുത്തവൻ, പാപബന്ധനത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രമാക്കിയവൻ, ഇതാ എനിക്ക് വിടുതൽ നൽകിയവൻ, എന്നെ അനുഗ്രഹിച്ച ദൈവം, ഇതാ തിരുവോസിയില് ആ ദൈവത്തെ ഞാനിതാ ആരാധിക്കുന്നു. കരങ്ങളടിച്ച് ആവേശത്തോടെ ദൈവജനം ആരാധിക്കുന്നു. ചേർത്ത് പാടി ആരാധിക്കാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനീശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനീശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ശക്തിയോടെ, അഭിഷേകത്തോടെ, ആത്മാവിന്റെ ശക്തിയില് ദൈവത്തെ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. കല്ലറകളെ ഭേദിക്കുന്ന ദൈവശക്തി, ജയിലറകളെ ഭേദിച്ച ദൈവ സാന്നിധ്യത്തിന്റെ അഭിഷേകം ഇതാ വ്യാപരിക്കപ്പെടുക. ഉദ്ധിതന്റെ സാന്നിധ്യം, ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ ശക്തി ഇതാ വ്യാപരിക്കപ്പെടുന്നു. കരങ്ങളുയർത്തി വിശ്വാസത്തോടെ ഈശോയെന്ന് വിളിച്ച് ഉദ്ധിതനെ വിളിക്കുന്നു, കല്ലറകളെ ഭേദിച്ചവനെ വിളിക്കുന്നു, ജയിലറുകളിൽ നിന്ന് അപ്പസ്തോലന്മാരെ പുറത്തു കൊണ്ടുവന്ന് ദൈവിക ശക്തിയെ വിളിക്കുന്നു. ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. തടസ്സങ്ങൾ മാറുന്നു, കെട്ടുകൾ അഴിയപ്പെടുന്നു, പൈശാചിക കോട്ടകള് തകർക്കപ്പെടുന്നു. ഉദ്ധിതന്റെ സാന്നിധ്യം ദൈവമക്കളില് ഇതാ വെളിപ്പെടുന്നു. വിശ്വാസത്തോടെ ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. കരമടിച്ചു പാടാം. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, ചങ്ങല പൊട്ടും തീകത്തീടും ആരാധനയെങ്കിൽ. ബന്ധന വഴിയും കെട്ടുകൾ അഴിയും ആരാധനയെങ്കിൽ, ചങ്ങല പൊട്ടും തീകത്തീടും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനീശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. അഭിഷേകത്തോടെ വലിയ ആരവത്തോടെ, വലിയ അഭിഷേകത്തോടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നു. ഇപ്പോൾ ബന്ധനങ്ങൾ അഴിയുന്നു, തടസ്സങ്ങൾ നീങ്ങുന്നു. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈശോ അനുഗ്രഹിക്കുന്നു. വിവാഹ തടസ്സം മാറി വലിയ അനുഗ്രഹം, ഉദാശയുടെ മഹത്വം
ഇതാ വെളിപ്പെടുന്നു. വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നല്ലൊരു ജീവിത പങ്കാളിയെ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ നല്ല ജീവിത പങ്കാളിയെ നൽകി സമർത്ഥമായിട്ട് വിശ്വാസമുള്ള, ദൈവഭയമുള്ള, ദൈവഭക്തിയുള്ള ഒരു ജീവിത പങ്കാളിയെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവജനം വിളിക്കുന്നു. ഈശോയെ വിളിക്കുന്നു, ഈശോയെ വിളിക്കുന്നു, ഈശോയെ വിളിക്കുന്നു. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും 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 ദൈവജനത്തിന്റെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. യേശുനാമത്തിൽ അത്ഭുതം സംഭവിക്കുന്നു, യേശുനാമത്തിൽ അടയാളം സംഭവിക്കുന്നു, സത്യത്തിലും യേശുനാമത്തിൽ വലിയ വിടുതൽ സംഭവിക്കുന്നു, യേശുനാമത്തിൽ കെട്ടുകൾ അഴിഞ്ഞു പോകുന്നു, യേശുനാമത്തിൽ ജീവിതത്തിന്റെ വഴികൾ തുറക്കപ്പെടുന്നു, യേശുനാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, യേശുനാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കുന്നു, യേശുനാമത്തിലെ വലിയ സൗഖ്യം സംഭവിക്കുന്നു, യേശുനാമത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, വലിയ രോഗശാന്തി സംഭവിക്കുന്നു, വലിയ അടയാളങ്ങൾ സംഭവിക്കുന്നു, വലിയ സാന്നിധ്യം വെളിപ്പെടുന്നു, വലിയ വിശ്വാസം പെയ്തിറങ്ങുന്നു, വലിയ വിശുദ്ധി പെയ്തിറങ്ങുന്നു, വലിയ ദൈവസ്നേഹം പെയ്തിറങ്ങുന്നു. സ്വയം വിളിക്കുന്നു, സ്വയം വിളിക്കുന്നു, സ്വയം വിളിച്ച് 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 പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നിറയുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, അടയാളങ്ങൾ സംഭവിക്കുന്നു, വലിയ രോഗശാന്തികൾ സംഭവിക്കുന്നു, വലിയ മാനസാന്തരം സംഭവിക്കുന്നു. യേശുവിന്റെ അത്ഭുത ശക്തി വെളിപ്പെടുന്നു. സ്വയം വിളിക്കുന്നു, സ്വയം വിളിക്കുന്നു, സ്വയം വിളിക്കുന്നു, സ്വയം വിളിക്കുന്നു, ചങ്കു തുറന്ന് വിളിക്കുന്നു. യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഉദ്ധിതനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നു, വലിയ അടയാളങ്ങൾ സംഭവിക്കുന്നു. ഒറ്റ വിളി സ്വയം വിളിക്കുന്നു, സ്വയം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഒട്ടുമേലായിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, അത്യുന്നതനായ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് കടന്നു വരാൻ വീണ്ടും വീണ്ടും നമുക്ക് ആഗ്രഹിക്കാം. പെന്തക്കോസ്തായുടെ ഒരു അനുഭവം എനിക്ക് തരണേ ഈശോയെ. പത്രോസിന്, യാക്കോബിന്, യോഹന്നാനും ഒക്കെ കൊടുത്തതുപോലെ 12 അപ്പസ്തോലന്മാരെ അവിടുന്ന് തിരഞ്ഞെടുത്തു. അവരെ ഒരുമിച്ച് കൂട്ടി അവരെ അഭിഷേകം ചെയ്തു. പരിശുദ്ധ അമ്മയെ അവർക്ക് സ്വന്തം അമ്മയായിട്ട് നൽകി. കർത്താവേ, ഞങ്ങളുടെ അമ്മ പരിശുദ്ധ അമ്മയാണ്. ഈ അമ്മയോട് ചേർന്ന് വിശ്വസ്തതാപൂർവം നമുക്ക് ഈശോയെ പാടി ആരാധിക്കുക. ആത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് എന്നെ ശക്തിപ്പെടുത്തണമേ. കർത്താവിൻ്റെ തിരുരക്തം എല്ലാ പാപങ്ങളും തന്നെ മോചിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് വിടുതൽ നൽകട്ടെ. എൻ്റെ ആത്മാവിനോട് ദൈവത്തിൻ്റെ ആത്മാവ് ചേർന്ന് നിൽക്കട്ടെ.
എൻ്റെ ശരീരത്തോട് ദൈവത്തിൻ്റെ ശരീരം, യേശുവിൻ്റെ ശരീരം ചേർന്നിരിക്കട്ടെ. ആ ശരീരം യേശുവിൻ്റെ ശരീരമായിട്ട് എൻ്റെ ശരീരം രൂപാന്തരപ്പെടട്ടെ. എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവായിട്ട് രൂപാന്തരപ്പെടട്ടെ. എൻ്റെ രക്തം ക്രിസ്തുവിൻ്റെ രക്തമായിട്ട് രൂപാന്തരപ്പെടട്ടെ. എൻ്റെ ജീവൻ ദൈവത്തിൻ്റെ ജീവനായിട്ട് മാറ്റപ്പെടട്ടെ. ആഗ്രഹിച്ച് മഴ പോലെ പെയ്തിറങ്ങും പരിശുദ്ധാത്മാവ്. ചോദിക്കുമെന്നെങ്കിൽ ലഭിക്കും, അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും, മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്ന് ലഭിക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആത്മാവായ ദൈവമേ, ആത്മാവാം ദൈവമേ വരണേ, എല്ലാവരും ഉച്ചസ്വരത്തിൽ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പോരാ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ധ്യാനത്തെ സമർപ്പിക്കുക. ഞായറാഴ്ച ആരംഭിക്കുന്ന ധ്യാനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദിവികാരൻ്റെ നാഥൻ്റെ സന്നദ്ധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്നവരെയും അവിടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിച്ച് കണ്ണുനീരോടെ വിളിച്ച് അനുതാപത്തോടെ വിളിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് സ്വരം ഉയർത്തി ആവർത്തിച്ച് വിളിക്കുന്നു. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തില് വലിയ അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും വലിയ രോഗശാന്തിയും വലിയ മാനസാന്തരവും നമ്മുടെ മേല്, നമ്മുടെ കുടുംബത്തിന്റെ മേല്, നമ്മുടെ ഇടപഴകുന്ന വ്യക്തിയുടെ മേല്, നമ്മുടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ മേല്, ഇവിടെ വിദേശ രാജ്യങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായിരുന്നുകൊണ്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ ഇവിടുന്ന് ഉയരുന്ന ഈ വലിയ പ്രാർത്ഥനയുടെ ശക്തിയാല്, ഈ യാചനയുടെ ശക്തിയാല് കർത്താവേ അത് യാചന സ്വീകരിച്ചുകൊണ്ട് അവിടുന്ന് എല്ലാവരെയും സുഖപ്പെടുത്തണമേ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ശിരസ് നമിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച വൈകുന്നേരം 4:30 മണിയോടുകൂടിയാണ് നമ്മുടെ ധ്യാനം ആരംഭിക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് തീരും. നിങ്ങൾ ആളുകൾ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കടന്നു വരണം. 5 ദിവസത്തെ ധ്യാനത്തിൽ പങ്കുചേർന്ന് വിശുദ്ധീകരിക്കപ്പെട്ട് പെന്തക്കോസ്ത് തിരുനാളിൻ്റെ ദിവസങ്ങൾ നമുക്ക് ഒരുമിച്ച് കൂടി ദൈവാനുഗ്രഹം നമുക്ക് പ്രാപിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കഴിയുന്നത്ര ആളുകൾ ധ്യാനത്തിൽ പങ്കുചേരുക. അതുപോലെ നിങ്ങൾ ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ പരിശ്രമിക്കണം.
ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ.